വിശ്വാസികളായ ആളുകൾ ബർസഖിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതാ ദുനിയാവിൽ അവരുടെ അവസാനത്തെ സമയമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് വരും. ഇതൊന്നും ഭൗതികമായ മിഷനറികളോ അതല്ലെങ്കിൽ ഭൗതികമായ സംവിധാനങ്ങളോ ഭൗതികമായ കണ്ണുകൾ കൊണ്ടോ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്നേ അല്ല. കണ്ണിൽ കാണാത്തതെല്ലാം ബുദ്ധിക്കെതിരാണ്, അതൊന്നും വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ തള്ളിക്കളയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞ് പേർപ്പിരിയാന്നല്ലാതെ ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ച് എന്താ പറഞ്ഞ, അല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, തങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായികതു, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർക്ക് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും വേദനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. കാരണം മലക്കൾ അവൻ കാണും. നമ്മളാരും ജീവിതത്തിൽ മലക്കളെ കണ്ടിട്ടില്ല. പക്ഷെ മരിക്കാൻ നേരത്ത് വിശ്വാസികൾ മലക്കുകളെ കാണും. സ്വാഭാവികമായിക്കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിക്കൊണ്ട് കാണുമ്പോൾ ബേജാറുണ്ടാകും, പേടിയുണ്ടാകും. എവിടേക്കാണ് പോകുന്നത് എന്ന വെപ്രാളമുണ്ടാകും. അപ്പോൾ മലക്കൾ അവരെ ആശ്വസിപ്പിക്കാൻ, അല്ലാ തഖാഫു, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ വേർപാടിന് ശേഷം എന്തുണ്ടാകുമെന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിതരാവുക, അല്ലത്തി കുന്തും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്കത് വാഗ്ദാനം ചെയ്തതാണല്ലോ. ഈ മരണാനന്തര ശേഷം നിങ്ങൾക്കൊരു സ്വർഗമുണ്ട്, നിങ്ങൾക്ക് ജീവിതമുണ്ട്, അവിടെ വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകിയതല്ലേ. അതുകൊണ്ട് ആ സന്തോഷം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ റൂഹിനെ തരുക എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ മലക്കുകൾ ആശ്വസിപ്പിക്കുന്ന രംഗം സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് നഹൽ കാണാം, അല്ലദീന തതവഫാഹുമുൽ മലായിക ത്വയ്യിബീൻ, നല്ല മനുഷ്യന്മാരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. യഖൂലൂൻ, ആ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് വിശ്വാസികൾ ഈ ലോകത്തോട് ഇവിടെ അറിയുക. അള്ളാഹു തൗഫീഖ് മാറാവട്ടെ. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി മുതൽ ഈ ബർസഖിൻ്റെ നിങ്ങളുടെ റൂഹ് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് മുതൽ നിങ്ങളുടെ ആത്മാവിനുമൊക്കെ സ്വർഗത്തിൻ്റെ ആസ്വാദനങ്ങളാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക്, യഥാർത്ഥ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹിസാബും വിചാരണയൊക്കെ കഴിയണം. പക്ഷെ ഇവിടെ വെച്ച് മലക്കൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു മനുഷ്യൻ ബർസഖിലേക്ക് വിശ്വാസി എത്തുന്നതോടുകൂടി അവൻ്റെ സ്വർഗീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയും, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത് എങ്ങനെയാണ്? സ്വർഗമാർക്കും തറവാടിൻ്റെ സ്വത്ത് അനന്തരം കിട്ടൂല. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്. അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ നല്ലോണം അമൽ ചെയ്യണം. ഒരാൾക്കും വെറുതെ സ്വർഗം കിട്ടൂല. ഒരാളുടെ മൂട്ടിൽ കയറിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾ വിശ്വസിക്കണം അങ്ങനെ, എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്നോ പറഞ്ഞ. അതൊക്കെ ദുനിയാവിൽ നടക്കും, പരലോകത്തിലൊന്നും നടക്കില്ല. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹത നേടിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അമൽ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മരിക്കാൻ കിടത്ത റസൂൽ വിളിച്ചു വരുത്തിയല്ലോ എന്ന് പറഞ്ഞ്, പൊന്നുമോളെ, നിനക്ക് എന്തെങ്കിലും ദുനിയാവ് ചോദിക്കാണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോ, മോളെ വാപ്പ തരും. പക്ഷേ പരലോകത്ത് വലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ, എനിക്കൊന്നും പരലോകത്ത് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല. ഞാൻ റസൂലുള്ളാഹിൻ്റെ മോളാണ് പടച്ചോനെ. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ സ്വർഗത്ത് കിടക്കുമ്പോൾ ഇനിയും ആ വേക്കിലിങ്ങനെ നമ്മുടെ ദുനിയാവിൽ ജാഥ പോകണം, സ്വർഗത്തേക്ക് ജാഥ പോകുന്ന ചില ആളുകൾ ധരിച്ചിട്ടുള്ളത്. ഒരിക്കലുമില്ല സഹോദരന്മാർ. അവനവൻ്റെ അമലുകൾ അത് മാത്രമേ സ്വർഗത്തേക്ക് ഉണ്ടാവുള്ളൂ, അതല്ലാതെ മറ്റൊന്നും ഒരു മനുഷ്യനുണ്ടാകില്ല. ഇനി ഇതിൻ്റെ വിശദമായ രൂപങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ റൂഹ് പിടിക്കുകയും ആ റൂഹ് മലക്കുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വളരെ വ്യക്തമായി വിശദമായി വന്നിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന ഫി ജനാസത്തിൻ ഫി ബഖീൽ ഖർഖദ്, ബഖീൽ ഖർഖദിൽ ഞങ്ങളൊരു ജനാസ, ഒരു സഹാബിയുടെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫഅതാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. വഖഅദനാ ഹൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരുന്നു. കഅന്ന അലാ റൂസിന ത്വയ്ർ, അപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ എങ്ങനെ ഇരിക്കുക? ഒരു പക്ഷി ഞങ്ങളുടെ തലയിൽ വന്നിരുന്നാൽ പാറിപ്പോകാതെ അത്രയും ശ്രദ്ധിച്ചിരിക്കുന്ന പോലെയാണ് റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ റസൂലുള്ളാഹി ക്ലാസ് എടുക്കുമ്പം സഹാബത്ത് ക്ലാസ്സിലിരിക്കുക. അത്രയും പ്രിൻ്റ് ഓഫ് സൈലൻ്റ് എന്ന് പറഞ്ഞ പോലെ
സഹാബത്ത് എന്താണോ പ്രവാചകൻ പറയുന്നത് അത് സാഗൂതം ശ്രദ്ധിച്ചിരിക്കും. അദ്ദേഹത്തിന് ലഹദ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ 3 മററാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു, അല്ലാഹുവേ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ശരണം ചോദിക്കുന്നു. എന്നിട്ട് ആ ജനാസയിൽ പങ്കെടുക്കുന്ന ഖബർസ്ഥാനിൽ വെച്ചുകൊണ്ട് ബഖീൽ ഖർഖദിൽ പ്രവാചകൻ സുദീർഘമായ ഒരു ഹദീസ് അവരെ കേൾപ്പിക്കുകയാണ്. എന്താണ് ഹദീസ്? പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇഖ്ബാലിൻ മിനൽ ആഖിറ വൻഖിതാഇൻ മിനദ് ദുനിയ. ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന് പരലോകത്തിലേക്ക് പോകാൻ സമയമായി, ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയാൻ സമയമായി കഴിഞ്ഞാൽ നസലത്ത് ഇലൈഹിൽ മലായികത്തു, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് അതാ ഇറങ്ങി വരുന്നു. കഅന്ന അലാ വുജൂഹിഹിമുശ് ശംസ്. ആ മലക്കിൻ്റെ രൂപം എങ്ങനെയാണ്? ആ മലക്കുകളുടെ മുഖങ്ങളിൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ള, നല്ല പ്രശോഭിതമായ മുഖമുള്ള അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുന്നു. മഅഹും കഫനും മിൻ അക്ഫാലിൽ ജന്ന. സ്വർഗത്തിൻ്റെ കഫൻ പുടവകളിൽ നിന്ന്, സ്വർഗത്തിൻ്റെ വസ്ത്രങ്ങളിൽ നിന്ന് കഫൻ പുടവയായിക്കൊണ്ടവർ കൊണ്ടുവന്നിട്ടുണ്ട്. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന. സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങളിൽ നിന്നവർ ആ മനുഷ്യൻ്റെ റൂഹിനെ പൊതിയാൻ വേണ്ടി സുഗന്ധം കൊണ്ടുവന്നിട്ടുണ്ട്. ഫജലസൂ മിൻഹു മദ്ദൽ ബസർ. എന്നിട്ട് പ്രവാചകൻ പറയാൻ, അതേതൊരു മനുഷ്യനാണെങ്കിലും, അതേതവസ്ഥയിൽ മരിച്ചവനാണെങ്കിലും അവൻ്റെ കണ്ണ് എത്തുന്ന ദൂരത്ത് ആ മലക്കൾ അവനിരിക്കും. മലക്കൾ അവന് ചുറ്റിരിക്കും. അവനെ നോക്കിയാൽ കാണുന്ന രൂപത്തിൽ, മദ്ദുൽ ബസർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കണ്ണ് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ആ സത്യവിശ്വാസികളായ ആളുകളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി നല്ല പ്രശോഭിതമായ മുഖമുള്ള മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മനുഷ്യൻ്റെ ചുറ്റിലിരിക്കും. എന്നിട്ട് സുമ്മ യജിഉ മലക്കുൽ മൗത്ത്. അപ്പോൾ ഇതൊന്നും മലക്കുൽ മൗത്തുകളല്ല, മലക്കുൽ മൗത്തിൻ്റെ സഹായികളാണ് ഇപ്പോൾ ആദ്യം വന്നിട്ടുള്ളത്. റൂഹിനെ പിടിക്കുന്ന മലക്ക് മലക്കുൽ മൗത്താണ്. സുമ്മ യജിഉ മലക്കുൽ മൗത്ത്. പിന്നെയാണ് മലക്കുൽ മൗത്ത് വരിക. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി. ആ മലക്കുൽ മൗത്ത്, മറ്റുള്ള മലക്കുകളൊക്കെ അവൻ കണ്ണ് കാണുന്ന, അല്ലെങ്കിൽ അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് കുറച്ച് വിട്ടാണിരിക്കുന്നെങ്കിൽ മലക്കുൽ മൗത്തും അവൻ്റെ തലയുടെ ഭാഗത്തിരിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഇതിൻ്റെ ഫയഖൂൽ, ആ മലക്കുൽ മൗത്തിന് പറയും, യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഏറ്റവും പരിശുദ്ധമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും നീ ഒന്ന് പുറത്തേക്ക് വരൂ. വിശ്വാസികളായ ആളുകളുടെ ആത്മാവിനോട് ആ മലക്കുൽ മൗത്ത് ആവശ്യപ്പെടും, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിൻ്റെ റിദ്വാനിലേക്കും തൃപ്തിയിലേക്കും നിങ്ങളൊന്ന് പുറത്തേക്ക് വരും. അങ്ങനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫതഖ്റുജു തസീലു കമാ തസീലു ഖത്റത്തു മിൻ ഫിയ്യി സഖാ. ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം, ആ വെള്ളത്തിൻ്റെ അതിൻ്റെ വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് ഒഴിക്കുമ്പോൾ എത്രമാത്രം സ്മൂത്തായി, വളരെ മൃദുലമായ രീതിയിലാണോ ആ വെള്ളം പാത്രത്തിന് പുറത്തേക്ക് വരിക, അതുപോലെ ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ ആത്മാവ് വളരെ ലോലമായ, ഒരു പ്രയാസമില്ലാതെ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ജസദിനെ വിട്ട് റൂഹ് ആ മനുഷ്യൻ്റെ മലക്കിൻ്റെ അടുക്കിലേക്ക് വരും. ഫഅഖദഹ. അപ്പോൾ മലക്കുൽ മൗത്താണ് ആ റൂഹിനെ പിടിക്കുക. ആ റൂഹ് സ്വന്തം പുറത്തേക്ക് വരുന്ന, ആ റൂഹ് സ്വന്തം പുറത്തേക്ക് വന്നാൽ മലക്കുൽ മൗത്താണ് ആ റൂഹിനെ പിടിക്കുക. മറ്റുള്ള മലക്കുകൾ അവിടെ ഉണ്ടാകും. ഫഇദാ അഖദഹ ലം യദഅഹ ഫി യദിഹി തറഫത ഐൻ ഹത്താ യഖുദുഹ. ഈ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡ് പോലും മലക്കുൽ മൗത്ത് ആ റൂഹ് തൻ്റെ കയ്യിൽ വെക്കുകയില്ല. അത് വേഗം വന്ന ആളുകൾ, തൻ്റെ കൂട്ടുകാർക്ക്, തൻ്റെ കൂടെ വന്ന ആളുകൾക്കത് കൈമാറും ആ മലക്കുൽ മൗത്ത് ആ റൂഹിനെ. എന്നിട്ട് ഫയജ്അലുഹ ഫീ ദാലിക്കൽ കഫൻ. അവരാണ് ആ റൂഹിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടയിലേക്കും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധത്തിലേക്കും മലക്കുൽ മൗത്തിൻ്റെ കൂടെയുള്ള മലക്കുകളാണ് ആ റൂഹിനെ മാറ്റുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയഖ്റുജു മിൻഹാ കഅത്യബി നഫ്ഹതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർളി. ഭൂമിക്ക് പ്രതലത്തിൽ, ഭൂമിയുടെ പ്രതലത്തിൽ അന്നുവരെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല സുഗന്ധം ആ മനുഷ്യൻ്റെ റൂഹിൻ്റെ അടുക്ക്, ആ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ സുഗന്ധപൂരിതമായ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ അമലുകൾ കൊണ്ട് അവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അവൻ്റെ ആത്മാവിനെ സുഗന്ധപൂരിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവ് പിരിയുന്ന സന്ദർഭത്തിലും അതിന് സുഗന്ധമുണ്ടാകും. ആ സുഗന്ധപൂരിതമായ ആത്മാവിനവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫം പുടവിലാക്കുകയും എന്നിട്ട് പ്രവാചകൻ ഫയസ്അദൂന ബിഹാ ഫലാ യമുറൂന ബിഹാ അലാ മലഇൻ മിനൽ മലായിക. അങ്ങനെ അവർ വേഗം ആ റൂഹിനെയും കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർന്നു പോവുകയാണ്. വാനലോകത്ത് അള്ളാഹുവിൻ്റെ ഒരുപാട് മലക്കുകളുടെ സംഘമുണ്ടാകും. ഓരോ സംഘത്തിൻ്റെയും അടുക്കിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചോദിക്കും, ഫയഖൂലൂന, ഇത് ആര്? അവർ ചോദിക്കും, മാ ഹാദിഹി റൂഹു ത്വയ്യിബ,
ഇതേതാണ് ഈ നല്ലൊരു മനുഷ്യൻ്റെ റൂഹ്? ഈ നല്ല മനുഷ്യൻ ആരാണിത്? ഫുലാൻ ഇബ്നു ഫുലാൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനു യുസമ്മുനഹ ബിഹാ ഫിൽ അർദ് ഫി ദുനിയ. ദുനിയാവിൽ ആ മനുഷ്യനിട്ടിരിക്കുന്ന നല്ല പേരുകൾ അവർ മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ മറ്റുള്ള ആ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കും. നമ്മുടെ സ്വന്തം പേരും ബാപ്പാൻ്റെ പേരും ചേർത്തിട്ട് ഇന്ന സ്ഥലത്തുള്ള ഇന്ന നല്ല മുത്തഖിയായ മനുഷ്യൻ്റെ റൂഹാണിത് എന്ന് ആ മലക്കുകൾ ആ മറ്റു മലക്കുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ഹത്താ യൻതഹു ബിഹാ ഇല സമാഇ ദുനിയ, അള്ളാഹുവിൻ്റെ ഒന്നാം ആകാശത്തേക്ക് ആ റൂഹുമായി കൊണ്ട് അതൊക്കെ ഞൊടിയിട കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ റൂഹുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മനുഷ്യൻ്റെ റൂഹുമായി കൊണ്ട് ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ ഫയസ്തഫ്തിഹൂനഹു ലഹു, അവിടെ അള്ളാഹുവിൻ്റെ കാവൽക്കാരുണ്ടാകും. അവർ റൂഹുമായി കൊണ്ട് ചെല്ലുമ്പോൾ ആ വാതിൽ തുറക്കാൻ അവർ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് ആ വാതിൽ തുറന്നു കൊടുക്കുക. ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. 7 ആകാശത്തിനും കാവൽക്കാർ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ പോയപ്പോൾ ഒന്നാം ആകാശത്തേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ അവിടെ തടഞ്ഞു. ആരാണ് ചോദിച്ചു. അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. മൻ മഅക, നിന്റെ കൂടെ താങ്കളുടെ കൂടെ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിളിക്കപ്പെട്ടിട്ടാണോ പോകുന്നത് എന്നാണ് ചോദ്യം എടുത്തത്. അതേ, വിളിക്കപ്പെട്ടതാണ്. അപ്പോൾ തുറന്നു കൊടുത്തു വാതിൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് പോലും വാതിൽ തുറക്കാതെ പോകാൻ പറ്റില്ല. ഇനി തുറക്കാൻ പറ്റുന്ന വാതിലാണെങ്കിലും അതൊരു അദബാണ്, മര്യാദയാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സ്ഥാനം കുറവുള്ളതാണ് ഈ ഒന്നാം ആകാശത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ. അത് വാതിൽ ചവിട്ടി തുറന്ന് പോകല്ല. നേരെ മറിച്ച് തനിക്ക് തുറക്കാൻ കഴിയുന്ന വാതിലാണെങ്കിൽ പോലും ഒരു അദബും മര്യാദയുണ്ട്. അതൊക്കെ മലക്കുകൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. തുറക്കാൻ ആവശ്യപ്പെട്ട് കാരണം ബോധിപ്പിക്കുന്നു, തുറന്നു കൊടുക്കുന്നു. ഇതേപോലെയാണ് വിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ കൊണ്ടു ചെല്ലുന്നവർ തുറക്കാൻ ആവശ്യപ്പെടുന്നു, തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് ഫയസിഉ മിൻ കുല്ലി സമാഇൻ മുഖറബുഹ ഇല സമാഇ അല്ലതി തലിഹ, ഈ റൂഹിനെ കൊണ്ട് ഒന്നാം ആകാശത്ത് രണ്ടാം ആകാശത്തേക്ക് പോകുമ്പോൾ ഒന്നാം ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഈ റൂഹിൻ്റെ കൂടെ പോവുകയാണ്. അതിന് തശ്യീഅ ചെയ്യാൻ, അതിൻ്റെ ബേക്കിൽ പോവുകയാണ്. അതിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ റൂഹിൻ്റെ കൂടെ അവർ ഒന്നാം ആകാശത്തിൽ നിന്ന് അടുത്ത ആകാശത്തിലേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത ആകാശത്തിൽ ഇത് സംഭവിക്കുന്നു. ഹത്താ യൻതഹി ബിഹാ ഇല സമാഇ അല്ലതി ഫി അല്ലാഹ്, ആ 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അതെത്തുമ്പോൾ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കോട് പറയും, ഉക്തുബു ഹാദാ അബ്ദി ഫി ഇല്ലിയീൻ, എൻ്റെ ഈ അടിമയെ അവൻ്റെ പേര് നിങ്ങൾ ഇല്ലിയീൻ രേഖപ്പെടുത്തുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കോട് പറയും. എന്നിട്ട് ആ റൂഹ് വീണ്ടും തിരിച്ചത് ആ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കും. ഇതൊരു വിശ്വാസികളായ ആളുകളുടെ മരണമാണ്. ഇത് നേരെ വിപരീതമാണ്. ഒരു കാഫറായ മനുഷ്യനാണെങ്കിൽ, ഒരു സത്യനിഷേധിയായ തെമ്മാടിയായി, ഭൂമിയിൽ ഫാസിഖായി തെമ്മാടിയായി നടന്ന മനുഷ്യനാണെങ്കിൽ മരിക്കോളം ആളുകൾക്ക് ബോധം ഉണ്ടാകില്ല. റൂഹ് തൊണ്ടക്കയിലേക്ക് എത്തുമ്പോഴാണ് യാ ലൈതനി, പടച്ചോനെ എനിക്ക് കുറച്ചൊക്കെ അമൽ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ബോധം തൊണ്ടക്ക് പിടിക്കുമ്പോഴാണ്, മലക്കൾ തൊണ്ടക്ക് പിടിക്കുമ്പോഴാണ് ബോധം ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉമ്മത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഈ മുസ്ലിം സമൂഹത്തിൽ ഒരു സൊസൈറ്റിയിൽ മെമ്പറാകാൻ കഴിയുക എന്നുള്ളത്. അമ്പിയാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും ലഭിക്കാത്ത തൗഫീഖ് കിട്ടിയ ഉമ്മത്താണ് നമ്മൾ. പക്ഷെ ഇപ്പം എന്താണ് കഴിഞ്ഞ ആഴ്ചകളൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾ ആലോചിച്ചു. എന്താ നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ? കൊലപാതകത്തിന് നമുക്ക് മടിയില്ല, മയക്കുമരുന്നിന് നമുക്ക് മടിയില്ല, എന്ത് തോന്നിവാസങ്ങൾക്ക് നമുക്ക് മടിയില്ല. പച്ചയായ മനുഷ്യന്മാരെ ഹാമർ കൊണ്ടും കത്തി കൊണ്ടൊക്കെ കുത്തിക്കൊല്ലൻ, കോയിനറക്കണ അത്ര പോലും ഒരു മനസ്സിന് ഒരു സങ്കോചമില്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സുകൾ കടുത്തുപോയിരിക്കും. ഇതൊക്കെ മരണം ഉണ്ട് എന്ന് വയല് കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ അതൊക്കെ അത്തരം ഉപദേശങ്ങൾ കേൾക്കുന്നത് പോലും ചില ആളുകൾക്ക് പരോചകമാണ്. ആരാപ്പം എനിക്ക് കിട്ടണ ഉപദേശം കേൾക്കാനൊക്കെ? പ്രത്യേകിച്ചും യുവ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇത്തരം ഉപദേശങ്ങൾ തന്നെയും അരോചകമായി തീർന്നിരിക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മലക്കളടുത്ത് നല്ല പൂശൽ കിട്ടുന്ന അള്ളാഹ് പറയാണ്, വലോ തറാ ഇദ് യതവഫൽ ലദീന കഫറുൽ മലായിക, നബിയെ നിങ്ങളെങ്ങാനും ആ രംഗം കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും താങ്ങാൻ കഴിയില്ല, നിങ്ങൾക്ക് ആ രംഗം കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ധൈര്യശാലിയാണ്, ഏറ്റവും മനക്കരുത്തുള്ള ആളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹ് പറയും, വലോ തറാ, നബിയെ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഇത് യതവഫൽ ലദീന കഫറുൽ മലായികതു, മലക്കുകൾ സത്യനിഷേധികളായ ആളുകളെ മരിപ്പിക്കുന്ന രംഗം നിങ്ങൾക്ക് കണ്ടുക്കാൻ കഴിയില്ല. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ആ മലക്കുകൾ അതാ ആ മനുഷ്യൻ്റെ മുഖത്തടിച്ചു കൊണ്ടിരിക്കുന്നു.
വഅദ്ബാറഹും അവൻ്റെ പുറംഭാഗത്തും അവൻ്റെ ദുബറിലും അഥവാ അവൻ്റെ ഊരക്കും അടിച്ചുകൊണ്ടിരിക്കുന്നു, പുറംഭാഗത്തും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് മലക്കുകൾ? നമ്മളെപ്പോലെ വഖുലിഖൽ ഇൻസാനു ദഈഫ എന്നുള്ള പറഞ്ഞു. മനുഷ്യനെ എത്ര അടിച്ചാലും അവൻ ദഈഫാണ്. പക്ഷെ മലക്കളെ പറ്റിയെന്ന് പറഞ്ഞു ദൂ മിറത്തിൻ, ഏറ്റവും ശക്തന്മാരാണ് മലക്കൾ എന്ന് അള്ളാൻ്റെ. എല്ലാ മലക്കളും അങ്ങനെ തന്നെ. പക്ഷെ ഏത് മനുഷ്യനാണെങ്കിലും എത്ര വലിയ മസിൽ പവറുകളാണെങ്കിലും അള്ളാഹ് മനുഷ്യനെ പറ്റി മൊത്തം പറഞ്ഞു ഖുലിഖൽ ഇൻസാനു ദഈഫ. ദഈഫാണ് മനുഷ്യൻ. ഒരു മനുഷ്യൻ്റെ അടി പോലും താങ്ങാൻ കഴിയില്ല. പക്ഷെ ആ മലക്കൾ അടിക്കുന്ന യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവിടെ മുഖങ്ങളിൽ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പുറംഭാഗത്തും എന്ന് പറഞ്ഞാൽ മുന്നിലും ബേക്കിലും അടി കിട്ടും. എന്നിട്ട് പറയും വദൂഖു അദാബൽ ഹരീഖ്, നിങ്ങൾ ഈ നരകത്തിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളണം. സൂറത്ത് അൻആമിൽ അല്ലാഹ് പറയാൻ വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി, നേരത്തെ കാഫിറുകളെ പറ്റിയാണ് പറഞ്ഞത്. ഇത് കാഫിറുകൾക്ക് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാത്ത എല്ലാ അക്രമികൾക്കും ഇതുണ്ടാകും. വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി, ആ മരണത്തിൻ്റെ വെപ്രാളത്തിൻ്റെ സമയം ളാലിമീങ്ങളായ ആളുകൾ, അക്രമികളായ ആളുകളുടെ മരണത്തിൻ്റെ വെപ്രാള സമയം നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നബിയേ, വൽ മലായികത്തു ബാസിത്തു ഐദീഹിം, മലക്കൾ അവരുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുന്നു. അഖ്രിജു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പുറത്തേക്ക് കൊണ്ടുവരൂ. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ഹക്കല്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ദുനിയാവിൽ. അതുകൊണ്ട് റൂഹിനെ വേഗം പുറത്തേക്ക് കൊണ്ടുവന്നു. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, നിന്റെ അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾ കിബർ നടിച്ചിട്ടില്ലേ? എന്ത് പരലോകം, എന്ത് സിറാത്ത്, എന്ത് സ്വർഗ്ഗം, എന്ത് നരകം, ഇതെല്ലാം ഇപ്പം നമ്മൾ ആളുകൾക്ക് പറഞ്ഞ് പരലോകമുണ്ട് സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വരുമ്പോൾ കാണാം. ഇതൊക്കെ അള്ളാഹ് പറയാം. അങ്ങനെ കിബർ നടിച്ച് അഹങ്കരിച്ചിരുന്ന ആളുകളുടെ നഫ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മലക്കുകൾ വിളിച്ചു പറയുന്ന രംഗൻ നബി പ്രവാചകരെ താങ്കളെങ്ങാനും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ രംഗം അതിഭീകരമാണ്, ഭയാനകമാണ്. ഒരിക്കലും പ്രവാചകന് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും മാരകമായ അവസ്ഥയാണ് ആ മരണത്തിനുണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 93-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാർ, ഇതൊന്നും വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കെട്ടുകഥ പറയില്ല. ഇതൊക്കെ വരാനിരിക്കുന്ന ഇന്നഹു ലഹഖുൽ മുബീൻ, വളരെ വ്യക്തമായ ഹക്കാണ് സഹോദരന്മാർ. ഇതൊക്കെ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാം കണ്ടറിയാത്തവൻ കൊണ്ടറിയും. ഇതൊന്നും സത്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ റബ്ബിർജിഊന്ന് അവിടെ വെച്ച് പറയുന്ന പടച്ചോനെ ഇതൊക്കെ എനിക്ക് ബോധ്യമായി, എനിക്കെല്ലാ കാര്യം ബോധ്യമായി, എനിക്കൊരു സെക്കൻഡ് ഒന്ന് തിരിച്ചു തരും, ദുനിയാവിലേക്കൊരു സെക്കൻഡ് എനിക്കൊന്ന് മടക്കി തരും എന്ന് ചോദിക്കാത്ത ഒരു ളാലിമുൽ ദുനിയാവിൽ ഉണ്ടാവില്ല എന്ന് ഫിർഔൻ വരെ പറഞ്ഞിട്ടില്ലേ? എല്ലാവരും പറയും. ഇതൊക്കെ അള്ളാഹ് പറയുന്നുള്ളതും അള്ളാഹ് മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമായ ചില കാര്യങ്ങളാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നല്ല ഹുസ്നുൽ ഖാത്തിം, ഒരു മനുഷ്യന് നല്ല പര്യവസാനം ഉണ്ടായി എന്നുള്ളതിന് ചില അടയാളങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രവാചകൻ പറഞ്ഞു മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരു മനുഷ്യൻ്റെ ഈ ദുനിയാവിൽ നിന്ന് അവൻ്റെ നാവിലൂടെ പുറത്തു വരുന്ന അവസാനത്തെ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നല്ല മരണത്തിൻ്റെ ലക്ഷണം. എല്ലാവർക്കും കഴിഞ്ഞോളുന്നില്ല, പക്ഷെ അവസാനം വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതുവരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടില്ല. കാരണം ഫിർഔനെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് യൂനുസിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫിർഔൻ റബ്ബുക്കുമുൽ അഅ്ലാ എന്നൊക്കെ പറഞ്ഞ് മൂസാ നബിനെയും കൂട്ടരൊക്കെ കൊല്ലാൻ വേണ്ടി മൂസാ നബിൻ്റെ ബേക്കിൽ വന്നല്ലോ. പക്ഷേ മുങ്ങിയങ്ങോട്ട് മരിക്കാൻ നേരത്ത് എൻ്റെ വെള്ളം തൊണ്ടക്കുയിലേക്ക് എത്തിയപ്പോൾ മരണം തൊണ്ടക്കുയിൽ വജാവസ്നാ ബി ബനി ഇസ്രായീൽ ബഹറ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യ, മൂസാ നബി തൻ്റെ അനുയായികൾക്ക് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഫിർഔനും അവൻ്റെ കൂട്ടരും അവൻ്റെ സൈന്യവുമായി കൊണ്ട് അതിക്രമകാരികളായ ശത്രുതയോടുകൂടി മൂസാ നബിൻ്റെ ബേക്കിൽ വന്നു. ഹത്താ അദ്റകഹുൽ ഗർഖു, അവനതാ മുങ്ങിച്ചാകാ നേരത്തെ സമയത്തതാ ഖാല ആമൻതു, അവൻ പറഞ്ഞു ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. എന്താ വിശ്വസിച്ചത്? അന്നഹു ലാ ഇലാഹ ഇല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായീൽ വിശ്വസിച്ച പടച്ചറബല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു. ഇതാണ് അവസാനമായി ഫിർഔൻ പറഞ്ഞത്. ഫിർഔൻ്റെ അവസാനത്തെ വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ,
അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് ചോദിച്ചു, ആൽ ആൻ, ഇപ്പോഴാണോ പറയുന്നത്? സമയം കഴിഞ്ഞു പോയി. ബെല്ലടിച്ചാൽ പിന്നെ പരീക്ഷ ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ ഇതാ സമയമല്ല. ഇപ്പോഴാണോ പറയുന്നത്? അതുകൊണ്ട് അപ്പം പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലം യുഗർഖിർ, ഒരു മനുഷ്യൻ്റെ റൂഹ് തൊണ്ടക്കൊയിലെത്തുമ്പോൾ ഗർഗർ ശബ്ദം ഉണ്ടാകും. തൊണ്ടക്കൊയ്യുന്നത് വേർപിരിയുമ്പോൾ. ആ ഗർഗർ ശബ്ദം എത്തുന്നതിൻ്റെ മുമ്പ് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയും ചെയ്താൽ അവന് സ്വർഗ്ഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല മരണത്തിൻ്റെ ലക്ഷണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അവരൊരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പിന്നെ വേറൊന്നും സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കരുത്. ആ രോഗിക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ രോഗി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ വാപ്പാക്ക് അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് സംസാരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ അവരാണത് പറയേണ്ടത്. വാപ്പ മരിക്കാൻ വാപ്പങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അപ്പോൾ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നൊന്ന് വാപ്പ സംസാരിക്കണമെങ്കിൽ പിന്നെയും പറഞ്ഞോളി എന്ന് പറയിപ്പിക്കേണ്ട, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. പിന്നെ മറ്റെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. ഇനി വാപ്പാക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ചെവിയിലൊക്കെ വല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മെല്ലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഒരു പക്ഷേ പിന്നെ നാവ് കൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഒരു പക്ഷേ പറയുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ഇത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല. മരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല അംഗീകരിച്ച മുസ്ലിം ആവില്ല, മുഹമ്മദ് റസൂൽ കൂടെ അംഗീകരിക്കണം. പക്ഷെ മരിക്കാൻ കിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചെല്ലിയാൽ മതി. അത് പറഞ്ഞു കൊടുക്കുന്നത് ഇഖ്തിസാറിന് വേണ്ടിയാണ്. മുഹമ്മദ് റസൂലും കൂടി പറഞ്ഞു കൊടുത്താൽ കുറച്ച് പ്രയാസം ഉണ്ടാകുന്ന കൂടി, കുറച്ച് വലിയ കലിമത്തല്ലേ. അപ്പോൾ ഈ തൈസീറിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മാത്രം ചുരുക്കിയതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് രോഗിക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ നെറ്റിയിൽ വിയർപ്പിൻ്റെ കണമുണ്ടെങ്കിൽ, വിയർപ്പോടു കൂടിയാണ് അവൻ മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അതൊരു നല്ല മരണത്തിൻ്റെ ലക്ഷണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു കാന ബി ഖുറാസാൻ, അദ്ദേഹം ഖുറാസാനിലായിരുന്നു. ഫആദ അഖൻ ലഹു വഹു മരീദുൻ ഫവജദഹു മിനൽ മൗത്ത്, അങ്ങനെ മരിക്കാൻ കിടക്കുന്ന തൻ്റെ ഒരു സഹോദരൻ അദ്ദേഹം സന്ദർശിക്കാൻ പോയി. ഫഇദാഹു ബിഅർഖി ജബീനിഹി, അപ്പോൾ മരിക്കുന്ന സന്ദർഭത്തിൽ ആ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നെറ്റിത്തറ നല്ലോണം വിയർത്തിട്ടുണ്ട്. അപ്പോൾ ഫഖാൽ അല്ലാഹു അക്ബർ, ബുറൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചറബ് അല്ലാഹു എത്ര പരിശുദ്ധ, അല്ലാഹു വലിയവനാണ്. അല്ലാഹു അക്ബർ. സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, മൗത്തുൽ മുഅ്മിൻ ബിഅർഖിൽ ജബീൻ, ഒരു വിശ്വാസിയുടെ മരണം അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണം പൊടിഞ്ഞുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വിയർപ്പ് പൊടിയുക? വെറുതെ ഇരുന്ന വിയർപ്പ് പൊടിയില്ലല്ലോ. നല്ലോണം അധ്വാനിച്ച് ശരീരം ക്ഷീണിക്കുമ്പോഴാണ് സാധാരണ വിയർപ്പ് പൊടിയുക. ഇത് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നത് വരെ അവൻ്റെ അമലുകളിൽ അവൻ നിരതനായിരിക്കും. ഇനി അവന് അമൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അവന് പ്രതിഫലങ്ങൾ ദുനിയാവിൽ ആ പണ്ടവൻ ചെയ്തു വെച്ചതിൻ്റെ ആ നന്മകളുടെ പ്രതിഫലങ്ങൾ അവൻ ഏറ്റുവാങ്ങി ആ അമലിലൂടെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും അമലില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല ഒരു വിശ്വാസിക്ക്. അതുകൊണ്ടാണ് നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി മരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതൊരു നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. ഇനി ഒരു മനുഷ്യന് ഒരു വിയർപ്പ് കണം പൊടിയൊന്നും കണ്ടില്ലെങ്കിൽ അയാളുടെ മോശം അർത്ഥത്തില്ല. ഇതൊക്കെ നല്ല മരണത്തിൻ്റെ ചില ലക്ഷണങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി യുദ്ധക്കളത്തിൽ വെട്ടേറ്റുകൊണ്ട് മരിക്കുക, അതുപോലെ തന്നെ പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുക, ഇപ്പോൾ കൊറോണയാ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പിന്നെ ബാധിച്ചുകൊണ്ട് മരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ബിമ മാത യഹ്യ ബിൻ അബി അംറ ഖുൽതു ബിത്താഊൻ, ഞാൻ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യഹ്യ ബിൻ അബി അംറ എങ്ങനെയാണ് മരിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്താഊനു ഷഹാദത്തുൽ ലികുല്ലി മുസ്ലിം, പ്ലേഗ് രോഗം ബാധിച്ച് മരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്തസാക്ഷിയുടെ കൂലി ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്ലേഗ് രോഗം മാത്രമല്ല, ഏത് പിന്നെ പകർച്ചവ്യാധിയുള്ള ഏത് രാസങ്ങളും അതിൻ്റെ പരിധിയിൽ പെടുമെന്ന്. പ്ലേഗ് രോഗം റസൂലുള്ളാഹിൻ്റെ കാലത്ത് വ്യാപകമായിരുന്ന രോഗമാണ്. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ അമീൻ എന്ന്, അമീനു ഹാദിൽ ഉമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അബൂ ഉബൈദ ജറാഹ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പ്ലേഗ് രോഗം ബാധിച്ചാണ് മരിച്ചത്. ബദരീങ്ങളിൽപ്പെട്ട പല ആളുകളും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്ലേഗ് രോഗം ബാധിച്ച് ഷാമിൽ വളരെ വ്യാപകമായ പ്ലേഗ് രോഗം ഉണ്ടായി, അതിൽ മരണപ്പെട്ടു ബദരീങ്ങളിൽപ്പെട്ട ആളുകൾ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ നാട്ടിൽ പ്ലേഗ് രോഗം ഉണ്ടായ ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കില്ല.
ആ ബദരീങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ് മരിച്ചത്. നിങ്ങൾ ആലോചിക്കുക, എത്ര വൈരുദ്ധ്യാത്മകമായ കാര്യങ്ങളാണ് നമ്മൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബദരീങ്ങളിൽപ്പെട്ട അബൂബൈദത്തുൽ ജറാഹ് അടക്കമുള്ള ആളുകൾ പ്ലേഗ് രോഗം ബാധിച്ചാണ് മരിച്ചത്. ഷാമിൽ റളിയല്ലാഹുവിനടുക്ക് പോകാൻ നിന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു ആളുകൾ. കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് ഒരു രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ അവിടെ അസുഖം ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ പാടില്ല, അവിടെ ആളുകൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ എല്ലായിടത്തും പ്രായോഗികവൽക്കരിച്ചത്. രോഗമുള്ളിടത്ത് നമ്മൾ ക്വാറന്റൈനാക്കി, അല്ലെങ്കിൽ ആ പേരൊക്കെ മറന്നുപോയി, എന്താ പറയുക, പല കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ആളുകൾ പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ റസൂലുള്ളാഹിൻ്റെ ഹദീസിൻ്റെ പ്രകാരമാണ്. രോഗമുള്ള ഒട്ടകത്തെ രോഗമില്ലാത്ത ഒട്ടകത്തിൻ്റെ കൂടെ കടത്താൻ പാടില്ല. ഇതൊക്കെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് ഈ ക്വാറന്റൈൻ സിസ്റ്റമൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ താഊൻ പ്ലേഗ് രോഗം ഒരു മുസ്ലിമിന് ഷഹാദത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണം. കാരണം മനുഷ്യൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ അവൻ അനുഭവിക്കുന്ന ഭൗതികമായ പ്രയാസങ്ങൾ, മുങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ആളുകൾ പറയുന്ന ഏറ്റവും പ്രയാസകരമായ മരണമാണ് മുങ്ങി മരണം. അതുപോലെ തന്നെ കെട്ടിടം തകർന്നുള്ള മരണം, തീ കത്തിക്കൊണ്ടുള്ള മരണം, ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഷഹാദത്തിൻ്റെ കൂലി കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അശ്ഹുദാഉ ഖംസത്തുൻ, 5 ആളുകൾക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും. ഒരു നല്ല മരണമാണ്. ഒന്ന് അൽ-മത്ഊൻ, പ്ലേഗ് രോഗം ബാധിച്ചു. വൽ മബ്തൂൻ, ബത്തിനിന് വയറിന് ക്യാൻസർ പോലെയുള്ള, അതുപോലെ തന്നെ പ്രസവം പോലെയുള്ള എന്തെങ്കിലും വയറ് സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടും. വൽ ഗർഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കാം. വസാഹിബുൽ ഹദ്മി, കെട്ടിടങ്ങൾ തകർന്നുകൊണ്ട് ഭൂകമ്പത്തിലോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾ തകർന്നുകൊണ്ട് മരിക്കാം. വശഹീദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിക്കൊണ്ട് മരിക്കാം. അതുപോലെ തന്നെ പ്രസവത്തിലുള്ള മരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നല്ല മരണമാണ്. പക്ഷെ ഇതൊക്കെ ഷഹീദിൻ്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇനി ഏതെങ്കിലും ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഓൻ ഷഹീദ് എന്ന് ഓനെ പറ്റി പറയാൻ പാടില്ല. അവൻ പരലോകത്ത് അള്ളാഹിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്നുള്ളൂ, ഷഹീദിൻ്റെ ദർജ. കാരണം അവൻ ആ മരണത്തിൻ്റെ സന്ദർഭത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ച പ്രയാസത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നൊരു സമ്മാനമാണത്. അല്ലാതെ ഓന് ഷഹീദിൻ്റെ കൂലി വെച്ചിട്ട് ഇനി ഓന് മഖ്ബറ ഉണ്ടാക്കാനും ജാറുണ്ടാക്കാനും നടക്കരുത്, അത് വേറെ വിഷയം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ, ഒരു പെണ്ണ്, അവളുടെ വൽമറത്തു യഖ്തുലുഹാ ജംആ ഷഹാദത്തുൻ, ഒരു വയറ്റിലുള്ള കുഞ്ഞിൻ്റെ കാരണത്താൽ ആ പെണ്ണ് മരിക്കണം, പ്രസവത്തിൽ മരിക്കുകയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞു അവർ ഷഹീദാണ്. എത്രത്തോളം ചോദിച്ചാൽ യജുറുഹാ വലദുഹാ ബിസുററിഹി ഇലൽ ജന്ന, ആ പെണ്ണിൻ്റെ അവരുടെ ഗർഭപാത്രത്തിൻ്റെ ഞരമ്പുകളുണ്ടല്ലോ, അഥവാ ആ കുഞ്ഞുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം, ആ പൊക്കിൾക്കൊടിയും പിടിച്ച് ആ കുഞ്ഞ് പരലോകത്ത് വരും. എന്നിട്ട് ആ ഉമ്മാനെ സ്വർഗത്തിലേക്ക് ആ കുഞ്ഞ് വലിച്ചു കൊണ്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് ഷഹീദിൻ്റെ കൂലി കിട്ടും. മാത്രമല്ല ആ കുഞ്ഞ് കാരണം കൊണ്ട് അവൻ ആ പെണ്ണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ തീ പിടിച്ചുള്ള മരണം, അതുപോലെ സ്വന്തം ശരീരവും സമ്പത്തുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം നടത്തുക, അതല്ലെങ്കിൽ മനുഷ്യനോട് പോരാടുക. നമ്മുടെ വീട് ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വന്നു, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അപഹരിക്കാൻ വേണ്ടി വന്നു, അയാളുമായുള്ള മത്സരത്തിൽ മനുഷ്യൻ മരണപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു ആ മനുഷ്യൻ ഷഹീദിൻ്റെ കൂലിയാണ്, അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം കിട്ടും. അതുപോലെ തന്നെ സൽക്കർമ്മത്തിലായിക്കൊണ്ടുള്ള മരണം, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രബോധ ക്ലാസ്സുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ നല്ലൊരു കർമ്മം കഴിഞ്ഞും മടങ്ങുകയാണ്, അങ്ങനെ ഏത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സൽക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ അത് നല്ല മരണമാണ്. കാരണം പ്രവാചകൻ്റെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരിച്ചത് ആ മരിച്ച അവസ്ഥയിലാണ് പരലോകത്തേക്ക് വരിക. അപ്പം നിങ്ങൾ ആലോചിച്ചു, സിനിമാ ഹാളിൽ നിന്ന് മരിച്ച നമ്മുടെ കൗമിൽപ്പെട്ട ആൾക്കാരില്ലേ ഇല്ലേ? പരസ്പരം അടികൂടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നും, അതുപോലെ തന്നെ അനാവശ്യമായ തർക്കങ്ങൾക്ക് വേണ്ടി അതിര് തർക്കത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തുന്ന കൗമല്ലേ നമ്മളാൾക്കാർ. എന്തായിരിക്കും അവസ്ഥ? ആകെ എത്ര വലിയ കൊട്ടാരം ദുനിയാവിൽ പണിതാലും, എത്ര ഏക്കർ കണക്കിന് ഭൂമിയുടെ ആധാരം നമ്മുടെ തലയുടെ ചുവട്ടിലുണ്ടെങ്കിലും 6 അടി മണ്ണാണ് ദുനിയാവിലെല്ലാ മനുഷ്യന്മാർക്കുള്ളത്. അതെത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും, എത്ര വലിയ ധനികനാണെങ്കിലും, എത്ര വലിയ പാമരനാണെങ്കിലും ആ 6 അടി മണ്ണേ നമുക്ക് ഉണ്ടാവുള്ളൂ. എത്ര വലിയ വീടും കൊട്ടാരുണ്ടെങ്കിലും അതൊന്നും ഖബറിലുണ്ടാവില്ല. എങ്ങനെയാണോ ആ മനുഷ്യൻ മരിച്ചത് അങ്ങനെയായിരിക്കും പരലോകത്തേക്ക് വരിക. അതുകൊണ്ടാണ് ഷഹീദ് മരിച്ചാൽ അവൻ്റെ രക്തത്തിൽ, അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഉറ്റി വീഴുന്ന രൂപത്തിലാണ് പരലോകത്തേക്ക് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏതൊരവസ്ഥ, ഒരു മോശമായ അവസ്ഥയിലാണെങ്കിൽ മോശമായ അവസ്ഥയിലായിരിക്കും പരലോകത്ത് വരിക. ഒരാൾ നമസ്കരിക്കുന്ന അവസ്ഥയിലാണ്, സുജൂദിൽ മരണപ്പെട്ട അവസ്ഥയിലാണ്,
അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അതുകൊണ്ടാണ് വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു നിങ്ങൾ മുസ്ലിങ്ങളായിട്ടില്ലാതെ മരിക്കാൻ പാടില്ല. ഏത് സമയത്തും ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പോഴേ ഏത് സമയത്തും മരിച്ചാൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മരണത്തിന് വല്ല പ്രായമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ മംഗലാപുരത്ത് പ്രവർത്തിച്ചിരുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മുനവർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു 30 വയസ്സിൽ താഴെയാണ്. ഈ അടുത്ത് കല്യാണം കഴിച്ച തലശ്ശേരിക്കാരനാണ്. അവൻ ഒമാനിലാണ് ജോലി. കുടുംബ കല്യാണം കഴിച്ച അവൻ ഒരു കുട്ടിയായിട്ടുള്ളൂ. രാത്രി ഉറങ്ങാൻ കിടന്നു, രാവിലെ മരിച്ചു കിടക്കണം. മരണത്തിന് പ്രായമൊന്നുമില്ല. അതേ സമയത്ത് 90-100 വയസ്സായ ഒരു ശ്വാസം മാത്രം ബാക്കിയുള്ള ഒരു ഉമിനീര് പോലും ഇറക്കാൻ കഴിയാതെ ഭൂമിയിൽ കഴിയുന്ന ആളുകളും ദുനിയാവിലുണ്ട്. ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ. നമ്മുടെ അഡ്വക്കേറ്റ് അബീബ് റഹ്മാൻ നിങ്ങൾ അറിയും. അദ്ദേഹത്തെ രോഗശിഫ നൽകുമാറാവട്ടെ. നല്ല ആരോഗ്യമുള്ള അവിടെ അംജദ് മദീനയുടെ ജ്യേഷ്ഠൻ. അദ്ദേഹം പെട്ടെന്ന് സ്ട്രോക്ക്, അദ്ദേഹം തലവേദനയായിട്ട് ആശുപത്രിയിൽ പോകുന്ന വഴിയാണ് സ്ട്രോക്ക് വന്നു. ഇവിടുത്തെ മസിലുകൾ ലൂസായിട്ട് ഒരു വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, രോഗം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന നിൽപ്പിൽ ഞാൻ രോഗിയാകുന്ന അവസ്ഥ. ഒരു വയസ്സും കായൊന്നുമില്ല. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് മരണം. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും മുഅ്മിനായി ജീവിക്കുക എന്നുള്ളതാണ് മുഅ്മിനായി മരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ചില ആൾക്കാർക്കൊക്കെ ധാരണ ഉണ്ടാവും, ഇപ്പം നമ്മൾ വൈബിൻ്റെ കാലമാണ്, കുറച്ചൊക്കെ അടിച്ചു പൊളിക്കണം, +2 അതുപോലെ തന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 50 വയസ്സൊക്കെ ആയിട്ട് പള്ളിക്കൊക്കെ പോകാം, പിന്നെ പള്ളിയോട് പള്ളി തന്നെ. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവൻ 50 വയസ്സ് വരെ ജീവിക്കുന്ന എന്തോ ഉറപ്പാണുള്ളത്? ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി SLC പരീക്ഷ എൻ്റെ കുട്ടിയാണ്. അവൻ ഇന്നലെ അവൻ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് തലേന്ന് വരാൻ വിചാരിക്കും, നാളെ സമയത്ത് ഈ സമയത്ത് ഞാൻ ഖബറിലായിരിക്കും. മനുഷ്യൻ്റെ മരണം ഓരോ കാരണങ്ങളുണ്ടാകാം. അതാ ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിലുള്ള മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ആഗ്രഹിക്കും. അത് മാത്രമല്ല, അവൻ കൊതിക്കണം, പ്രാർത്ഥിക്കണം. വിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥന സൂറത്ത് ആൽ ഇംറാനിൽ കാണാം. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹു, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുകൊണ്ട, ഞങ്ങളുടെ തെറ്റുകൾ നീ മറച്ചു വെക്ക്. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തിന്മകളൊക്കെ നീ മറച്ചു വെക്ക്. കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ ആളുകൾ കണ്ടാൽ ദുനിയാവിലും ആഖിറത്തിലും വശലായി പോകുന്ന ഒരുപാട് തിന്മകളുണ്ടാകും. അതൊക്കെ നീ മറച്ചു വെക്കണം പടച്ചോനെ. വതവഫനാ മഅൽ അബ്റാർ, നന്മകൾ ചെയ്യുന്ന ആളുകളുടെ കൂടെ നീ ഞങ്ങളെ മരിപ്പിക്കണം എന്ന്. അഥവാ നല്ല മനുഷ്യന്മാരുടെ കൂടെ നീ ഞങ്ങൾ മരിപ്പിക്കണം. സൂറത്ത് അറാഫിൽ കാണാം, റബ്ബന അഫ്രിഖ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. പടച്ചോനെ, ഞങ്ങളെ മുസ്ലിമീങ്ങളായിക്കൊണ്ട് മരിപ്പിക്കണം. സൂറത്ത് യൂസുഫിൽ കാണാം, അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്. യൂസുഫ് നബിയെ പ്രാർത്ഥിക്കുന്നത്, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. അപ്പോൾ സഹോദരന്മാരെ, മരിക്കുക എന്നുള്ളത് മുസ്ലിമായിക്കൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബർസഖി ജീവിതം ആരംഭിക്കാൻ. ബർസഖി ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, അതോടുകൂടി എൻ്റെ ഖബർ ജീവിതം ആരംഭിക്കാം. ഒരു പക്ഷേ അവന് മറമാടപ്പെട്ടേക്കാം, മറമാടപ്പെട്ടില്ല എന്ന് പറഞ്ഞേക്കാം. ചിലപ്പോൾ അവന് വല്ല കടലായിരിക്കും മരിക്കുക. പണ്ടൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ, അവർക്ക് ആ കപ്പലിലാണല്ലോ പോകുക, ആഴ്ചകളോളം മാസങ്ങളോ ഉണ്ടാവും. അതിനിടയ്ക്കുള്ള ആളുകൾ മരിച്ചാൽ കഫൻ പുടവ, പണ്ടൊക്കെ ഹജ്ജിന് പോകുന്ന വയസ്സായ ആളുകൾക്കറിയാം, നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നിറം മരിക്കാൻ പോകുന്നത് പോലെയാണ് ഹജ്ജിന് പോകുക. എല്ലാ ബാധ്യതകളും തീർത്ത് കഫൻ പുടവൊക്കെ കൊണ്ടിട്ടാണ് കപ്പലിൽ ഹജ്ജിന് കയറുക. അങ്ങനെ മരിച്ചാൽ പിന്നെ അവനെ കെട്ടിത്താഴ്ത്താണ്, കല്ല് വെച്ചിട്ട് കെട്ടിത്താഴ്ത്താണ്, കടലിലേക്ക് താഴ്ത്താണ്. അല്ലാതെ അവിടെ മറമാടാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ ആഴ്ത്തിയാലും, ഇനി വിമാനം തകർന്നുകൊണ്ട് കരിഞ്ഞു പോയാലും, ഇനി വന്യജീവികൾ കൊണ്ട് തിന്ന് ഭക്ഷിച്ച് അവൻ്റെ കഷ്ണമായി പോയാലും, എല്ലാവർക്കും ഖബർ ജീവിതമുണ്ട്, ബർസഖുണ്ട്. ഇനി അവൻ്റെ ശരീരം മണ്ണിലേക്ക് കൊണ്ടുപോയി ആരുടെ മണ്ണിൽ വെച്ചാലും അവന് ഖബർ ജീവിതമുണ്ട്. ആ ഖബർ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. ഞാൻ പറഞ്ഞു, അവൻ്റെ ജീവിതം മരണത്തോടത്തോളം. വിശ്വാസിയാണെങ്കിൽ അവന് സന്തോഷ വാർത്ത കിട്ടും, സത്യനിഷേധിയാണെങ്കിൽ അവൻ അടിയാണ് കിട്ടുക. ഒരു കാഫിറിങ്ങനെ മരിച്ചു വീണ് നമ്മൾ കണ്ടാലും ഒരടി കിട്ടി നമ്മൾ കാണില്ല. ചില ആളുകൾ ഒരു ഖബർ ശിക്ഷക്ക് അതിന് ഖുർആനിൽ തെളിവില്ല. ഖബർ ശിക്ഷക്ക് ഖുർആനിൽ തെളിവില്ല, അത് ഹദീസിലുള്ളൂ. ഹദീസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആയത്തോ, യദ്രിബൂന വുജൂഹും വദ്ബാറഹുന്ന, അവിടെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അടി കിട്ടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. മരിച്ച് ഖബർക്കൊന്നും എത്തണ്ട, മരിക്കണ സമയത്ത് തന്നെ വിശ്വാസിയ മനുഷ്യന് അടി കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസികളായ ആളുകൾക്ക് രക്ഷയുണ്ട്, അതുപോലെ തന്നെ സത്യനിഷേധികളായ ആളുകൾക്ക് അവർക്കതിൽ നിന്നുള്ള ശിക്ഷയും ഉണ്ടാകും. ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ
ഖബർ ശിക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഖബർ ശിക്ഷയ്ക്ക് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. 2-3 ആയത്തുകൾ ഞാൻ പറയാം. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ അത് പറയാണ്, ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. എൻ്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, അവന് കുടുസായ ജീവിതമാണുള്ളത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ, അന്ധനായിക്കൊണ്ടാണ് പരലോകത്തേക്ക് അവൻ പുനർജീവിപ്പിക്കപ്പെടുക. ഈ ആയത്ത് വിശദീകരിച്ച് എന്താണ് മഈശത്തൻ ലങ്ക എന്ന് പറഞ്ഞാൽ, അത് ഇടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഖബറിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ജീവിതമാണ് ഇത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട അഥവാ ഷഹീദുകളായ ആളുകൾ അവർ മരിച്ചുപോയി അല്ലെങ്കിൽ അവരൊക്കെ കൊല്ലപ്പെട്ട് നശിച്ചുപോയി എന്ന് വിചാരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. യുർസഖൂന, അവർക്ക് റിസ്ഖ് നൽകപ്പെടുന്നുണ്ട്. ഖബറിലുള്ള കാര്യം പറഞ്ഞു, പരലോകത്ത് സ്വർഗത്തിലെ കാര്യമില്ല. യുർസഖൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും റിസ്ഖ് നൽകപ്പെടുന്നുണ്ട്. പരലോകത്ത് എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇവിടെ പറഞ്ഞു. ഇനി പ്രവാചകൻ്റെ ഹദീസിൽ തന്നെ വളരെ കൃത്യമായി കാണാം. പ്രവാചകൻ പറയാണ്, ഒരിക്കൽ പ്രവാചകൻ ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. പ്രവാചകൻ, നിങ്ങൾ തശഹുദിലായി കഴിഞ്ഞാൽ നിങ്ങൾ 4 കാര്യത്തെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ശരണം ചോദിക്കണം. 1 ജഹന്നമിൻ്റെ ശിക്ഷ, 2 മസീഹ് ദജ്ജാലിൻ്റെ ശിക്ഷ, 3 അദാബുൽ ഖബറിൻ്റെ ശിക്ഷ, അതുപോലെ തന്നെ ജീവിതത്തിലെ മരണത്തിൻ്റെ പ്രയാസത്തിൽ നിന്നുള്ള ശിക്ഷ. അപ്പോൾ അദാബുൽ ഖബറുണ്ട്. അതെങ്ങനെയായിരിക്കും? അത് വിശദാംശങ്ങൾ, അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊന്നും പ്രവാചകൻ്റെ ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും അവിടെ ശിക്ഷ ഉണ്ടാകും. ശിക്ഷ ഉണ്ടാകും എന്നുള്ളതിന് അവിടെ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ ശിക്ഷയും. ഒരു മനുഷ്യ വിശ്വാസിയാണെങ്കിൽ അവൻ മരണത്തോടു കൂടി തൻ്റെ അനുഭൂതികൾ ആരംഭിക്കും. അതേസമയത്ത് ഖബറിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചില ചോദ്യങ്ങളുണ്ടാകും. അതുകൊണ്ട് മുൻകർ നക്കീർ 2 മലക്കുകൾ വരുന്ന. ഇപ്പം ഹദീസ് നിഷേധികളായ ആളുകൾ ആ മലക്കിൻ്റെ പേരിനെയും പരിഹസിക്കാറുണ്ട്. മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ എന്നുള്ള അർത്ഥം. ശേഖരൻ്റെ പുസ്തകത്തിലുണ്ട്. യഅ്മുറുന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ എന്നാണല്ലോ. മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ എന്നല്ല അർത്ഥം. അപ്പോൾ ഒരു മലക്കിൻ്റെ പേരിനെ മുൻകർ എന്നല്ലേ, അപ്പോൾ തിന്മ എന്നല്ലേ, അതന്നെ പൊട്ടത്തരല്ലേ എന്ന്. ഇപ്പോൾ കേൾക്കുന്നു വിചാരിക്കും, ആ ശരി തന്നെയാണല്ലോ, മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ എന്നാണല്ലോ. മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ എന്ന് മാത്രമല്ല അർത്ഥം. വിശുദ്ധ ഖുർആൻ തന്നെ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മലക്കുകൾ വരികയാണ്. മലക്കൾ വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് മലക്കളെ പരിചയമില്ല. ഖൗമുൻ മുൻകറൂൻ, നിങ്ങളൊരു മോശപ്പെട്ട ആൾക്കാരെന്നതിൻ്റെ അർത്ഥം. ഖൗമുൻ മുൻകറൂൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇത് പറഞ്ഞാൽ അപരിചിതരാണല്ലോ നിങ്ങൾ, പരിചയക്കാരില്ലല്ലോ, പരിചയമല്ലല്ലോ. മുൻകർ എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്തവർ, അപരിചിതർ എന്നാ പതിൻ്റെ അർത്ഥം. നിക്കർ എന്ന് പറഞ്ഞാൽ അതന്നെ. അപ്പോൾ അപരിചിതരായ മലക്കുകളാണ്, പരിചയമല്ലല്ലോ. വിശ്വാസികളായ ആളുകൾ ഞാൻ പറഞ്ഞു മലക്കുകളുമായിട്ട് സംസാരിക്കണ അവസ്ഥയല്ല, അതൊക്കെ പിന്നെ ഖബറിലുണ്ടാകുക. അതുകൊണ്ടാണ് ആ മുൻകറിൻ്റെയും നക്കീറിൻ്റെയും ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിൻ്റെ മുമ്പ് ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, അവൻ്റെ ശരീരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റൂഹിനെ തിരിച്ചു കൊടുക്കും. ആ റൂഹോടുകൂടിയുള്ള ജസദിനെയാണ് അള്ളാഹുവിൻ്റെ മലക്കൾ ചോദ്യം ചെയ്യുക. എന്നിട്ട് ഫയുജിലിസാനിഹി, അവനെ മലക്കൾ പിടിച്ചിരുത്തുന്ന. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ മണ്ണിലാണ് മറമാടപ്പെട്ടതെങ്കിലും ഇനി അതല്ല ഏത് അവസ്ഥയിലും മറമാടപ്പെട്ടാലും ഇതൊക്കെ ഉണ്ടാവും. കാരണം നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല. ഒരു 2 ഖബർ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. 2 ഖബർ നമ്മൾ എടുത്ത് പരിശോധിച്ച്, ഒരു മനുഷ്യൻ ഫാസിഖായ മനുഷ്യനാണ്, മറ്റേ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യനാണെങ്കിലും ഏത് കാലഘട്ടത്തിൽ തുറന്നാലും ഇനി അടക്കാതെ വെച്ചാലും നമുക്ക് ആ മയ്യത്ത് ഇങ്ങനെ കാണാമെന്നല്ലാതെ. പക്ഷെ അതിലൊരു മനുഷ്യൻ ചിലപ്പോൾ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ കണ്ട് ആസ്വദിച്ച് കിടക്കായിരിക്കും, പക്ഷെ നമുക്കൊന്നും കാണൂല. മറ്റേ മനുഷ്യൻ നരകത്തിൻ്റെ അനുഭൂതികൾ പ്രയാസപ്പെട്ട് കിടക്കായിരിക്കും, പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബർസഖ് എന്ന് പറയുന്ന ലോകം തന്നെ നമുക്കൊരു മറയാണ്. അതിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വഹയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ വഹയിൽ വന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുക. അത് ശരീരത്തിനും ജസദിനും അഥവാ ശരീരത്തിനും ആത്മാവിനുമുള്ളതാണ് ഖബർ ശിക്ഷ. ചില കാര്യം അത് ജസദിനില്ല, ആത്മാവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ആത്മാവിനുമുണ്ട് ശരീരത്തിനുമുണ്ട്. ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, മദ്ഹബു സലഫിൽ ഉമ്മത്തി വഅഇമ്മത്തിഹാ അന്നൽ മയ്യിത്ത് ഇദാ മാത യകൂനു ഫി നഈമിൻ ഔ അദാബിൻ വഅന്ന ദാലിക യഹ്സുലു ലിറൂഹിഹി വബദനിഹി. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിനുണ്ടാകും, അതുപോലെ തന്നെ അവൻ്റെ ആത്മാവിനും ശിക്ഷ ഉണ്ടാകും. ആ മലക്കുകളുടെ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കൾ ചോദ്യം ചെയ്യും. വിശ്വാസികളാണെങ്കിൽ
ഞാൻ നേരത്തെ പറഞ്ഞ ബറാബിൻ ആസിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ ഇവിടെ വിശദമായി റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് മലക്കൾ ചോദിക്കുക. ഒന്ന്, നിന്റെ റബ്ബ് ആരാണ്? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? അതിൻ്റെ ഉപചോദ്യമുണ്ട്. ബിമ അറഫ്ത റബ്ബക്, നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നിന്റെ റബ്ബാരാണ്, പടച്ചോനാണ്, നീ എങ്ങനെ മനസ്സിലാക്കി? എൻ്റെ ബാപ്പ പറഞ്ഞ്, അത് ഉത്തരമല്ല. ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ച്, അത് ഉത്തരമല്ല. എൻ്റെ റബ്ബിനെ ഞാൻ ദലീലുകളോടുകൂടി പ്രമാണത്തോടുകൂടി ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഉസൂൽ സലാസ എന്ന് പറയുന്ന കിതാബ് എഴുതിയത്. ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ, അതാണ് ഉസൂൽ സലാസ. ഒന്ന്, നിൻ്റെ റബ്ബ്, നിൻ്റെ ദീന്, നിൻ്റെ പ്രവാചകനാര്. ഈ 3 കാര്യങ്ങളും തെളിവോടുകൂടി പഠിക്കണം. നിൻ്റെ പടച്ചോനാരാ? അള്ളാണ്. ആരാ പറഞ്ഞത്? എൻ്റെ വാപ്പ പറഞ്ഞ്. വാപ്പ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകുക. പക്ഷെ വാപ്പ പറഞ്ഞ് പഠിച്ച് പിന്നെ ദലീൽ, അതിൻ്റെ തെളിവുകൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു കാഫറിൻ്റെ മുൽഹിദിൻ്റെ പ്രസംഗം കേട്ടാൽ ഓൻ അപ്പുറത്ത് കാണിച്ചാടും. എത്ര മുസ്ലിമീങ്ങളുണ്ട്, നാമധാരികളായ മുസ്ലിമീങ്ങൾ ഈ മുൽഹദീങ്ങളായി പോയി. അതല്ലെങ്കിൽ പിന്നെ ഇൽഹാദിൻ്റെ ഈ പിന്നെ യുക്തിവാദികളായി പോയ മുസ്ലിങ്ങൾ എത്ര ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഓനൊക്കെ എന്തുകൊണ്ട് പടച്ചോണ്ടെന്ന് കേട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ തെളിവ് പഠിച്ചിട്ടുണ്ടാവില്ല. നിൻ്റെ ദീൻ ഏതാണ്? ഇസ്ലാം എന്താണ്? ഇസ്ലാം അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദലീൽ എന്താ, തെളിവെന്താണ്? പഠിക്കണം. ഈ 3 കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം സഹോദരന്മാരെ. നമ്മൾ ദുനിയാവ് ഒരു കച്ചവടം തുടങ്ങുകയാണ്. ഇപ്പം ഞാൻ മലപ്പുറത്തങ്ങാടിയിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടല്ലേ ഞാനിവിടെ തുടങ്ങുള്ളൂ. അപ്പോഴല്ലേ ഞാൻ ബുദ്ധിമാൻ, ഞാൻ കച്ചവടക്കാരനാകുള്ളൂ. അതല്ലാതെ തലയില്ല, മേപ്പോട്ടില്ല, വീക്കപ്പെട്ടില്ല, പൈസ ഇറക്കി ലക്ഷക്കണക്കിന് ഇറക്കി പിന്നെ ഇങ്ങനെ തൊള്ളയും കാട്ടി കുത്തിരുന്ന ഓനെന്ത് കച്ചവടക്കാരനാണ്? ഓൻ ആ ബിസിനസ്സിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഇതിവിടെ ആപ്റ്റാവോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കി അതിൻ്റെ പിന്നെ സാഹചര്യങ്ങളൊക്കെ നോക്കി ഇതേ കച്ചവടക്കാർ അടുത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കച്ചവടം തുടങ്ങുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട്. പക്ഷെ ബർസഖിലേക്കാണ് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹിനെ പറ്റി ചോദ്യമുണ്ട്, റസൂലുള്ളാഹിനെ പറ്റി ചോദ്യമുണ്ട്, ദീനിനെ പറ്റി ചോദ്യമുണ്ട്. ഈ 3 ചോദ്യങ്ങൾക്ക് നമുക്ക് ഇവിടുന്ന് നമുക്ക് എഴുതിയിട്ട് നമ്മൾ ചില ആൾക്കാർ കോപ്പി അടിച്ച് കൊടുക്കുന്ന മോഡൽ ഇതാ ഖജ അൽ മലായിക്കത്തു പിന്നെ ഖുലും ഇതാ സഅലക മലക്കുൻ, മലക്ക് നിന്നോട് ചോദിച്ചാൽ മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ നീ പറഞ്ഞു അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് ഇവിടെ നിന്ന് ട്യൂഷൻ എടുത്തിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് അത് നമ്മൾ സ്വന്തം പഠിച്ച് സ്വന്തം പറയണം. ആ ഏർപ്പാടാണ് ഇസ്ലാമില്ല, തൽഖീൻ എന്ന് പറഞ്ഞ ഏർപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ 7 മക്കളിൽ 6 മക്കളും റസൂലുള്ളാഹിൻ്റെ മരിച്ചിട്ടുണ്ട്. റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ 7 മക്കളിൽ 6 മക്കൾ മരിച്ചു. 2 ഭാര്യമാർ റസൂലുള്ളാഹിൻ്റെ മരിച്ചു. 100 കണക്കിന് സഹാബത്ത് മരിച്ചു. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മറമാടിയപ്പോൾ തൽഖീൻ നടത്തിയിട്ടില്ല, തസ്ബീത്ത് നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇതാ പിന്നെ നിങ്ങൾ പിന്നെ ഖബർ മറമാടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കണം, എന്നിട്ട് സലൂലഹു തസ്ബീത്ത്, നിങ്ങൾ അദ്ദേഹത്തിന് തസ്ബീത്ത് ചോദിക്കണം. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ അവൻ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടതാണ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അള്ളാഹു മലക്കൾ ചോദിക്കുമ്പോൾ ആ മനുഷ്യനെ നീ ഉറപ്പിച്ചു നിർത്തണേന്ന് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പം അത് ഖബറിൽ ചോദ്യമുണ്ട്. ആ ചോദ്യം 3 ചോദ്യങ്ങളായിരിക്കും. ആ ചോദ്യങ്ങൾ വിശ്വാസികളാണെങ്കിൽ അവൻ പെട്ടെന്ന് ഉത്തരം പറയും. കാഫിറും മുനാഫിക്കുമാണെങ്കിൽ അവൻ ഹാ ഹാ എന്നേ പറയുള്ളൂ. അള്ളാഹിൻ്റെ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. നീ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയത്? ജനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ മലക്കൾ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, അവൻ്റെ ഈ ചെവിയുടെയും മുതുകിൻ്റെയും ഇടയിൽ ഇവിടെ മലക്കൾ അടിക്കുന്ന ഈ ഭാഗത്ത്. അതിലൊരടി പ്രവാചകൻ പറയും, ആ അടിങ്ങാൻ ഒരു മലയുടെ മുകളിലാണ് കൊണ്ടതെങ്കിൽ ആ മല പൊടിഞ്ഞു പോകാൻ ശക്തിയുള്ളതാണ് അള്ളാഹുവിൻ്റെ മലക്കൾ അടിക്കുന്നത്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്രയും ശക്തമായ ആ മലക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് മുഴുവൻ ആളുകളും കേൾക്കും ആ മനുഷ്യൻ്റെ അട്ടഹാസം. അവൻ ഖബറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അട്ടഹസിക്കുന്ന രംഗം ചില ഹദീസിൽ കാണാം. വിശ്വാസിയാണെങ്കിൽ വേഗം കൊണ്ടുപോകാൻ വേണ്ടി പറയും, സത്യനിഷേധിയാണെങ്കിൽ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകണമെന്ന് പറയും. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കാൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവ എത്രയും പെട്ടെന്ന് മറമാടുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അത് നമ്മൾ 2-3 ദിവസമൊക്കെ ഇങ്ങനെ വൈകിപ്പിച്ച്, അതൊരിക്കലും റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല. പെട്ടെന്ന് മറമാണ്. കാരണം വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അവനെ വേഗം റഹ്മത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. വിശ്വാസി അല്ലെങ്കിൽ ആ ഭാരം, നിങ്ങൾ ആ തിന്മ നിങ്ങൾ വേഗം മുതുകിൽ നിന്ന് ഇറക്കി വെക്കണം. അതുകൊണ്ട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മരിച്ച് മണിക്കൂറുകൾക്ക് അദ്ദേഹത്തിന് ഖബറടക്കം നടന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ പോലൊന്നും ഈ പിന്നെ സോഷ്യൽ മീഡിയകൾ അതുപോലെ തന്നെ മീഡിയകളൊന്നും സജീവമല്ലാത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ലോകം അറിഞ്ഞപ്പോഴേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ മറമാടൽ കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വസിയത്തായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ ചിലപ്പോൾ മയ്യത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ അങ്ങനെ പിന്നെ ആൾക്കാർ മൂത്രയിക്കാൻ പോയിണ്ടാവും, ചില അങ്ങോട്ട് പോയിണ്ടാവും. എന്ന് പറഞ്ഞാൽ മയ്യത്തിനോടൊരു അനാദരവ്, അത് വേഗത്തിൽ മറമാടണം. അതാണ് ആ മയ്യത്തിനോട് കാണിക്കുന്ന ആദരവ്.
കാരണം അള്ളാഹുവിൻ്റെ ഒരു സൽക്കാരത്തിലേക്കാണ് മയ്യത്ത് പോകുന്നത് വിശ്വാസിയാണെങ്കിൽ. ആ സൽക്കാരത്തിലേക്ക് ഒരു വേഗത്തിൽ എത്തിച്ചു കൊടുക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ഇനി ഒരു മനുഷ്യൻ ഗൾഫിലൊക്കെ മരിച്ചു നോട്ടിക്കൂടി, സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ മയ്യത്ത് കൊണ്ടുവരേണ്ട ആളുകളുണ്ട്. ലാ ഹൗല വലാ ഖുവത. എന്തിനാണ് സഹോദരന്മാർ ആ പരിശുദ്ധമായ മണ്ണിൽ നിന്നൊക്കെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നമുക്ക് കാണാൻ കഴിയില്ല എന്നല്ലേ, മയ്യത്ത് കാണില്ലെന്നല്ല. ആ മയ്യത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ മയ്യത്തിന് അതിൻ്റെ എംബാം ചെയ്ത് അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് മയ്യത്ത് വേഗത്തിൽ മറുപാട്, അത് റസൂൽ പറഞ്ഞ ബർസഖിലേക്ക്, അവൻ്റെ ഖബറിലേക്ക് അവന് വേഗത്തിൽ എത്തിച്ചു കൊടുക്കുക. നമ്മൾ സാന്ദർഭികം ഞാൻ സൂചിപ്പിച്ചു മാത്രം. അതുപോലെ തന്നെ ഖബറിൽ ഒരു മനുഷ്യന് ശിക്ഷ ഉണ്ടാവും. ആ ശിക്ഷ എന്തുകൊണ്ടാണ് അള്ളാഹു മറച്ചു വെച്ചത്? 2 കാര്യമാണ്. ഒന്ന്, പുറത്തേക്ക് കാണൂല. കാരണം പുറത്തേക്ക് ഇത് അള്ളാഹുവിൻ്റെ ഒരു ഗൈബിയായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് റസൂൽ പറഞ്ഞാൽ വിശ്വസിക്കുണ്ടോ നോക്കുകയാണ്. ഒന്ന് കേട്ടാലില്ലെങ്കിലും അള്ളാഹു റസൂൽ പറഞ്ഞു വിശ്വസിക്കുണ്ടോ നോക്കുകയാണ് അള്ളാഹു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ശിക്ഷ മനുഷ്യന്മാരെ കേൾപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ സുന്നത്ത് അതല്ല. ഇപ്പം മലക്കുണ്ട്, നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമ്മളാരും ജിബ്രീലിനെ കണ്ടിട്ടുണ്ടോ? ഇടത്തും വലത്തും യമീന വശിമാൽ മലക്കുകളുണ്ട്. നമ്മളാരും തപ്പിയൊക്കെ കാണുന്നുണ്ടോ? സ്കാൻ ചെയ്ത് കാണുന്നുണ്ടോ? അക്ഷരത്ത് നോക്കി കാണൂല. കണ്ടാൽ പിന്നെ ഈമാൻ കാര്യത്തിൽ പെടൂലല്ലോ. ഇപ്പം ഞങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യം, എനിക്ക് കാണുന്ന കാര്യമല്ലേ. പക്ഷെ അള്ളാഹുവിൽ എനിക്ക് വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, മലക്കുകൾ വിശ്വസിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഖബർ ശിക്ഷയിൽ അവൻ ഈമാൻ ഉണ്ടോ അല്ലെന്ന് അള്ളാഹ് പരിശോധിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മറച്ചു വെച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ്. കാരണം മനുഷ്യന്മാർക്ക് ആ ഖബർ ശിക്ഷങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ, പ്രവാചകൻ പറഞ്ഞു ലൗലാ അല്ലാ തുദാഫനൂ ലദഅവതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ അല്ലദി അസ്മഉ മിൻഹു. റസൂൽ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു മനുഷ്യൻ്റെ ഖബറിൻ്റെ ശിക്ഷയിൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ തടസ്സമെന്താണ്? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ആ അദാബുൽ ഖബർ നിങ്ങൾ കേട്ടാൽ ഒരു മനുഷ്യൻ്റെയും മയ്യത്ത് പിന്നെ നിങ്ങൾ മറമാടൂല, ഖബർസ്ഥാനക്ക് നിങ്ങൾ പോകില്ല. അത്രയും ഭീകരമായിരിക്കും ആ രംഗം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചാൽ നിങ്ങൾ മറമാടുന്ന സമ്പ്രദായം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവജാലങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. മനുഷ്യനും ജിന്നുകൾക്കും ഇത് കേൾക്കാൻ കഴിയുകയില്ല. കാരണം അത് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്മാർ മയ്യത്ത് അവിടെ ഇട്ട് പാഞ്ഞു പോകുന്ന റസൂൽ പറഞ്ഞത്. അവനെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ കഴിയില്ല. പക്ഷെ ഇത് പറ്റുമോ? ഒരു മുസ്ലിമിൻ്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കേണ്ടത് മയ്യത്തിൻ്റെ ആദരവിൻ്റെ ഭാഗമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രീതിയിൽ കാണാം. ഇനി ഈ ഖബർ ശിക്ഷ, ദുനിയാവിലൊരു മനുഷ്യൻ ചെയ്ത ഏത് തിന്മകൾക്കും അവന് ഖബർ ശിക്ഷ ഉണ്ടാകാം. അത് വിശ്വാസിയാണെങ്കിലും ഉണ്ടാവട്ടെ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിശ്വാസിയാണെങ്കിലും ചിലപ്പോൾ ചില ഖബറുകൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, വെറും 6 വർഷക്കാലം മാത്രമാണ് അദ്ദേഹം മുസ്ലിമായി ജീവിച്ചത്. അദ്ദേഹത്തിന് 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം മുസ്ലിമായി, 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശ്വാസിയുടെ റൂഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സഅദ് റളിയല്ലാഹുവിൻ്റെ റൂഹ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ ആ സന്തോഷം, ആ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അർശ് പോലും അത് സ്വീകരിക്കാൻ വേണ്ടി കിടുങ്ങിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹുവിൻ്റെ ആ റൂഹ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കയറി വരുന്ന സന്തോഷം കൊണ്ട് അള്ളാഹുവിൻ്റെ അർശ് പോലും ആ സഅദ് റളിയല്ലാഹുവിൻ്റെ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടി കുലുങ്ങിപ്പോയി എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. ആ സഅദ് റളിയല്ലാഹു അൻഹു നല്ല തടിച്ച ആളായിരുന്നു, കുറച്ചൊക്കെ തടിയുള്ള. പക്ഷെ അദ്ദേഹം ജനാസ കൊണ്ടുപോയപ്പം വളരെ സോഫ്റ്റാണ്. സാധാരണ മരിച്ചാൽ ആളുകൾ കനം കൂടെ ചെയ്യുക, കാരണം അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ബാലൻസിങ്ങും പോകുമല്ലോ. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാരം വളരെ കുറവാണ്. ചില കപട വിശ്വാസികൾ പറഞ്ഞു സഅദ് റളിയല്ലാഹുവിൻ്റെ മരണം മോശപ്പെട്ട മരണമാണ്, അദ്ദേഹത്തിന് തീരെ ഭാരമില്ലല്ലോ. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സഅദ് റളിയല്ലാഹുവിന് എന്തുകൊണ്ടാണ് ഭാരം കുറഞ്ഞ് നിങ്ങൾക്കറിയോ? ആ സഅദ് റളിയല്ലാഹുവിൻ്റെ ജനാസയെ പിന്തുടരാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ജനാസയുടെ കട്ടിൽ വഹിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങിയതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 70,000 മലക്കുകൾ ആ സഅദ് റളിയല്ലാഹുവിൻ്റെ ജനാസ സ്വീകരിക്കാനും ആ ജനാസ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി അള്ളാഹുവിൻ്റെ 70,000 മലക്കുകൾ വന്നിട്ടുണ്ടെന്ന്. ആ സഅദ് റളിയല്ലാഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് ഖബറിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ സഹാബത്തിന് പറയാൻ, അലാ ഇന്നൽ ഖബ്ര ലഅതൻ, ഏത് മനുഷ്യരാണെങ്കിലും
ഖബറിന് ഒരു ഇടുക്കലുണ്ട്, കുടുസാക്കലുണ്ട്. ലോ നജാ മിൻഹ അഹദുൻ, അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ സഅദുൻ, സഅദ് റളിയല്ലാഹു അൻഹു അതിൽ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ സഅദ് റളിയല്ലാഹു രക്ഷപ്പെട്ടിട്ടില്ല. സഅദ് റളിയല്ലാഹുവിനെയും ഖബർ ഒന്ന് ഇടുക്കി എന്നിട്ട് വിശാലമാക്കി കൊടുത്തു. ഇത് വിശ്വാസികൾക്കുണ്ടാകും. ഇനി ഇതേപോലെ തന്നെ അതിനുശേഷം വിചാരണ, ഖബറിലെ ചോദ്യങ്ങൾക്ക് ശേഷവും ഖബറിൽ ശിക്ഷകളുണ്ടാകും. 2 തരം ശിക്ഷകളുണ്ട് ഖബറിൽ. ഒന്ന്, നിരന്തരം ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ശിക്ഷകളുണ്ടാകും. അത് കാഫറിനും മുനാഫിക്കിനൊക്കെയുള്ള ശിക്ഷയാണ്. അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്, ദുനിയാവിൽ ചെയ്ത ചില തിന്മകളുണ്ട്. ആ തിന്മകൾക്ക് പാകത്തിലുള്ള ചില ശിക്ഷകൾ ഖബറിലുണ്ടാകും. അത് ഒരു പക്ഷേ നിരന്തരമായി നിൽക്കുന്നുണ്ടാകും, മുറിഞ്ഞു പോകുന്നുണ്ടാകാം. ഖബർ ശിക്ഷ കിട്ടുന്ന ചില തിന്മകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന് ശിർക്കാണ്. നേരത്തോട് കാഫറായ മനുഷ്യനാണെങ്കിൽ അവൻ നിരന്തരം നരകത്തിൻ്റെ ശിക്ഷകളും അതുപോലെ നരകത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരിക്കും അവന് കിടക്കുക. അതുകൊണ്ടാണ് ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അന്നാറു യുഅർളൂന അലൈഹിം, അവരുടെ പിന്നെ നരകം അവർക്ക് മേൽ രാവിലെയും വൈകുന്നേരം പ്രതീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കുഫർ മറ്റൊരു തിന്മയാണ്. കുഫർ കൊണ്ടും ശിക്ഷ ഉണ്ടാകും. ഞാൻ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് നമസ്കാരത്തിൻ്റെ വിഷയം, നമസ്കാരത്തിലെ അശ്രദ്ധ ഖബറിൽ ശിക്ഷ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു മനുഷ്യനെ പ്രവാചകൻ പറയാൻ, മിഅ്റാജിൻ്റെ രാത്രിയിൽ വളരെ മോശമായ ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. ആ മനുഷ്യൻ്റെ തല കല്ലുകൾ കൊണ്ട് അടിച്ച് മലക്കൾ പൊട്ടിക്കുന്നു, വീണ്ടും അതൊരു പഴയ രൂപത്തിലാകുന്നു, വീണ്ടും പൊട്ടിക്കുന്നു. ഈ മോശമായ അവസ്ഥ ഞാൻ കണ്ടപ്പോൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമോട് ചോദിച്ചു, എന്താണ് ഈ മനുഷ്യന് ശിക്ഷ കിട്ടാനുള്ള കാരണം? അപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറയാൻ, ഫഇന്ന റജുല യഅഖുദുൽ ഖുർആൻ, അവൻ ഖുർആനൊക്കെ പഠിച്ച ആളാണ്, നല്ല ഹാഫിദാണ്, നല്ല ഖാരിയാണ്, നല്ല ഇമാമൊക്കെ നിൽക്കും, ഒക്കെ ഷറാണ്. പക്ഷേ വയനാമു മിനസ് സ്വലാത്തിൽ മക്തൂബ, അവൻ പള്ളിക്ക് പോകില്ല. ഓൻ ഫർദ് നിസ്കാരത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, സുബഹിസ്കരിക്കാൻ പള്ളിയിൽ പോകില്ല. സഹോദരന്മാരെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. നമ്മൾ സലഫിയാണ്, അതുപോലെ തന്നെ മുജാഹിദാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമസ്കാരത്തിന് പള്ളിയിൽ പോകാതിരുന്നാൽ ഖബർ ശിക്ഷ ഉണ്ടാവും. ആ മനുഷ്യൻ വയനാമു മിനസ് സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരങ്ങളിൽ നിന്ന് ഉറങ്ങിപ്പോയ മനുഷ്യനാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങിപ്പോണതിനെ പറ്റിയല്ല, സ്ഥിരമായി കടന്നുറങ്ങുക, സുബൈക്ക് പള്ളി കാണൂല. അപ്പം റമദാൻ മാസമൊക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് പള്ളി ഉണ്ടാവും. അങ്ങനെയല്ല, റമദാൻ മാത്രമല്ല സുബൈയുള്ള, റമദാൻ മാത്രമല്ല ആകെ തറാവിസ്കാരം നോമ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ റമദാൻ ഇല്ലാത്ത കാലത്തുണ്ട്. സുബൈസ്കാരം അഫ്ളലു സ്വലാത്ത്, നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായ നിസ്കാരം സ്വലാത്തുൽ ഫജ്രി മഅൽ ജമാഅത്തി ഫി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൻ്റെ അന്ന്, ജുമുഅയുടെ അന്ന് രാവിലെ ജമാഅത്തായി നിസ്കരിക്കുക സുബഹി. അതാണ് അഫ്ളലു സ്വലാത്ത്, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം. അതാണ് അതിനപ്പുറത്തുള്ള നിസ്കാരം. പക്ഷെ എത്ര ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്? അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു അലംഭാവവും നമുക്കുണ്ടാകാൻ പാടില്ല. ജമാഅത്ത് നിസ്കാരം, പുരുഷന്മാരാണെങ്കിൽ അവർ ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. അതിന് ഉദറുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രോഗം, അതല്ലെങ്കിൽ യാത്ര, അതല്ലെങ്കിൽ അത്രയും പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത, പടച്ചോൻ്റെ മുമ്പിൽ ബോധിപ്പിച്ചാൽ നമുക്ക് പിടിച്ചും കഴിയുന്നത്, അത്ര എനിക്ക് പറയാൻ വയ്യോ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഉദറ് ആൾക്കാരെ നമുക്ക് എന്തും പറയാം. പക്ഷെ പടച്ചോൻ്റെ മുമ്പ് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഉദറുണ്ടെങ്കിൽ ജമാഅത്തിന് പോകാൻ പാടുള്ളൂ. എത്ര ഹദീസുകൾ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, വിശ്വാസികൾ ഇന്ന സ്വലാത്ത് കാനത്ത് അൽ മുഅ്മിനീന കിതാബുൻ മൗഖൂത, നിസ്കാരം സമയബന്ധിതമായ ഇബാദത്താണ്. ഫവൈലുൽ മുസല്ലീൻ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ ആ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അറിയോ? മാ കാനു യദ്ഊനഹാ ബിൽ കുല്ലിയ്യ, അവർ നമസ്കാരം പാടെ ഉപേക്ഷിക്കുന്നവരല്ല. വലാകിന്നഹും യുഅഖിറൂനഹാ അൻ ഔഖാതിഹാ, അവർ അതിൻ്റെ അവ്വൽ വക്തിൽ സമയത്ത് നിസ്കരിക്കൂല. നമ്മൾ സാറേ തോന്നു മുസല്ലി എന്നറിയില്ലേ? ആ തോന്നു മുസല്ലിയൊക്കെ ഖബർ ശിക്ഷ ഉണ്ട്. ഇതാണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ആണുങ്ങൾ പക്ഷേ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോയി ജമാഅത്ത് നിസ്കരിക്കുക. നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും ഊറ് നിസ്കരിക്കൽ അസറിൻ്റെ കൂട്ടം മൂട്ടിൽ നിസ്കരിക്കും. എല്ലാ ദിവസവും ഏതെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഓക്കെ, എല്ലാ ദിവസവും അസർ ദുഹൂർ ബന്ധിക്കുക, മഗ്രിബ് ബന്ധിക്കുക, അതിൽ ഏർപ്പാടാക്കാൻ പാടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശാപമുണ്ടെന്ന് പറഞ്ഞ ആളുകളുടെ വീട്ടിൽ വെച്ച് നിസ്കാരം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സമിഅ നിദാഅ ഫലം യുജിബ് ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിനൽ ഉദ്രി, ഒരാൾ ബാങ്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ അവന് നമസ്കാരം തന്നെ ഇല്ല ഉദ്റില്ലാതെ. ഉദ്ർ എന്ന് പറഞ്ഞാൽ എന്താ? രോഗം, അതുപോലെ തന്നെ ഭയം,
അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ സഹോദരന്മാരെ, നമസ്കാരത്തിൽ ഒരിക്കലും അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആവശ്യം കൂടുതൽ സംസാരിക്കണില്ല. അതിൻ്റെ രൂപപ്രവാചകം യൂസുൽ ഹജരി, ആ മനുഷ്യൻ്റെ തല കല്ലുകൊണ്ടിങ്ങനെ നമ്മൾ സാറെ ചമ്മന്തിയാക്കാറില്ലേ, തല കൊണ്ട് ചമ്മന്തിയാക്കും, എന്നിട്ട് വീണ്ടും അവനെ പൂർവ്വസ്ഥയിലേക്ക് മുടക്കും, വീണ്ടും അത് ആവർത്തിക്കും. ഇതാണ് ഖബറിലെ മനുഷ്യന് കിട്ടുന്ന ശിക്ഷ. രണ്ടാമത് വ്യഭിചാരമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വ്യഭിചാരം എന്ന സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. അതൊരു തിന്മയല്ലാതിരിക്കാൻ, ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്ക് ബൈക്കിൽ ഇറങ്ങുമ്പം അതൊക്കെ ഇപ്പം എന്താ, അതൊക്കെ ഇപ്പം എല്ലാവർക്കും ഉള്ളതല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം 5 ആളെ കൊന്ന വാപ്പാൻ്റെ പ്രതികരണങ്ങൾ കണ്ടല്ലോ. ഒരു അന്യ സ്ത്രീയുമായിക്കൊണ്ട് അവൻ കറങ്ങുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എന്താ വാപ്പ പ്രതികരിച്ചത്? അതൊക്കെ ഇപ്പം എല്ലാവർക്കും ഉള്ളതല്ലേ, അതൊന്നും ഇപ്പം അത്ര വലിയ കാര്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എന്തായി? വ്യഭിചാരം ഏറ്റവും വലിയ തിന്മ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങളെ തൊട്ടാണ് നിങ്ങൾ അടുക്കരുതെന്ന് പറഞ്ഞു. അടുക്കരുതെന്ന് പറഞ്ഞു. 2 കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ അടുക്കരുതെന്നുള്ള പറഞ്ഞു. ഒന്ന് വ്യഭിചാരമാണ്, മറ്റൊന്ന് സമ്പത്താണ്, യത്തീമിൻ്റെ. വലാ തഖറബൂ മാലൽ യതീം, നിങ്ങൾ യത്തീമിൻ്റെ സമ്പത്തിനെക്കുള്ള അടുക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? സമ്പത്താണ്, അടുത്താൽ പെട്ടു. അതേപോലെ തന്നെയാണ് നിങ്ങൾ വ്യഭിചരിക്കരുതല്ല, വ്യഭിചാരത്തിൽ അടുക്കരുതെന്ന് പറഞ്ഞു. അടുത്താൽ പെട്ടുപോകും. എത്ര വലിയ മുത്തഖയാണെങ്കിലും പെട്ടുപോകും. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫ് വിശദീകരിച്ചപ്പോൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂസുഫ് അറിയാലോ. യൂസുഫ് നബി എത്ര പ്രയാസപ്പെട്ടു. സ്വന്തം ബാപ്പയിൽ നിന്ന് വേർപെട്ടു, പൊട്ടക്കിണറ്റിൽ വീണു, പിന്നെ അവിടുന്ന് കാരാഗ്രഹത്തിലകപ്പെട്ടു. എത്രയോ പ്രയാസങ്ങൾ യൂസുഫ് നബിക്കുണ്ടായി. അവിടെ യൂസുഫ് നബി ക്ഷമിച്ചു. പക്ഷേ യൂസുഫ് നബിയുടെ ക്ഷമയിൽ ഏറ്റവും വലിയ ക്ഷമ ഏതാ അറിയും? ഏറ്റവും വലിയ ക്ഷമ ആ പെണ്ണ് വാതിലടച്ചല്ലോ. ആ കൊട്ടാരത്തിൻ്റെ എല്ലാ വാതിലുകളും അടച്ച് ഒരു പെണ്ണ് അവരുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഒരു പുരുഷനെ സമീപിക്കുക. സാധാരണ പുരുഷന്മാരാണ് അങ്ങോട്ട് താല്പര്യം കാണിക്കുക. പക്ഷെ ഇതൊരു പെണ്ണ്. അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. 30ഓളം അനുകൂല സാഹചര്യങ്ങൾ യൂസുഫ് നബിക്ക് വ്യഭിചാരത്തിനുണ്ടായിരുന്നു എന്നാണ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. 30ഓളം അനുകൂല സാഹചര്യങ്ങൾ. അവിടെ യൂസുഫ് നബി ക്ഷമിച്ച ക്ഷമയാണ് ആ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും ജയിൽ കിടന്നപ്പോഴും പിതാവിൽ നിന്ന് വേർപ്പെട്ടപ്പോഴും ഒക്കെ യൂസുഫ് നബി ക്ഷമയേക്കാൾ വലിയ ക്ഷമ വ്യഭിചാരത്തിൽ നിന്ന് പോകാതെ യൂസുഫ് നബി ക്ഷമിച്ച ക്ഷമയാണ്. അതുകൊണ്ട് വ്യഭിചാരം നമ്മൾ നല്ലോണം സാക്ഷിക്കണം. അനാവശ്യമായ സ്പർശനങ്ങൾ, നോട്ടങ്ങൾ, സംസാരങ്ങൾ, ഞാൻ ദീർഘ സമയമില്ലാത്തതിന് വേഗത്തിൽ പറഞ്ഞു പോകാൻ, ഇതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂൾ പഠിക്കാൻ കാരണന്മാർക്ക് പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ വിട്ടാൽ ആൺകുട്ടികൾ റോഡിൻ്റെ ഒരു സൈഡും പെൺകുട്ടികൾ വേറെ സൈഡിൽ, നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളൊക്കെ സ്കൂളിലുണ്ടായി. ഇപ്പോഴോ ഇപ്പം അങ്ങനെയൊന്നും പാടില്ല. ജെൻഡർ ന്യൂട്രലാണ്. ആണില്ല പെണ്ണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തൊരു ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനങ്ങൾ തകിടം മറിക്കാൻ. ഇതൊക്കെ പാശ്ചാത്യന്മാർ ചാപ്പിച്ച് തുപ്പി ഓലൊക്കെ ഒഴിവാക്കിയ സംസ്കാരം നമ്മളെ ആൾക്കാർ വലിയ ഈ റീൽസിലൂടെയും അതുപോലെ തന്നെ ഇതൊക്കെ. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ എവിടെയാണ് ഇനി കുറച്ച് കഴിഞ്ഞ് എടുക്കെത്തും. പിന്നെ തട്ടിടാൻ പാടില്ല എന്നുള്ളതായിരിക്കും. ഇതൊക്കെ നമ്മുടെ കൗമം തന്നെ കുറേ വിറകും കൊള്ളികളുണ്ടല്ലോ അടുപ്പിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി. എല്ലാത്തിനും ഓശാനം പാടുന്ന കുറേ മുൽഹദീങ്ങളും കുറേ കാഫിരിങ്ങളുണ്ടല്ലോ നമ്മുടെ കൗമിലുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിനെ തകർക്കാനും പറയിപ്പിക്കാനും പറ്റിയ, എന്നിട്ട് അത് സോഷ്യൽ മീഡിയ വന്നിട്ട് അതിനൊന്നും ആവശ്യമില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുപോലെയാണ്, സ്വത്തും ഒരുപോലെ വേണം, ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതിൽ കുറേ ആൾക്കാർ കുടുങ്ങിപ്പോകും ഈമാൻ അല്ലാത്തവൻ. അതുകൊണ്ട് സഹോദരന്മാരെ, വ്യഭിചാരം ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. ഈ അടുത്ത് നടന്ന പഠനം നമുക്കറിയാലോ. സ്വന്തം അടുത്ത കുടുംബത്തിലും വീട്ടിൽ നിന്നുമാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടത്, പുറത്തുനിന്നല്ല. എന്തുകൊണ്ടാണെന്നറിയോ? കസിൻ. ആങ്ങളെയും പെങ്ങളല്ലേ. കസിൻ എങ്ങനെ ആങ്ങളാകണത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. കസിൻസുകൾ, ഞങ്ങൾ കസിനുകളല്ലേ, ആങ്ങളെയും പെങ്ങളല്ലേ. ഇങ്ങോട്ട് ബൈക്കിൽ ഒറ്റക്ക് പോവുക, ടൂറ് പോവുക ഒറ്റക്ക് ഒരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ അടുക്കലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഒരു സ്ത്രീ ഒറ്റക്കൾ വീട്ടിലേക്ക് ഒരിക്കലും ഒരാണ് പ്രവേശിക്കാൻ പാടില്ല. ഇതൊക്കെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ച ഹദീസാണ്. പെണ്ണുങ്ങൾ ഒറ്റക്കുണ്ടാകുമ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോൺ ചെയ്യാൻ പോലും പാടില്ല. കാരണം റസൂൽ പറഞ്ഞു, 3ാമത് ശൈത്താണ്ടാകും. ആ സമയത്ത് ഫോൺ ചെയ്യാൻ പാടില്ല, മെസ്സേജ് അയക്കാൻ പാടില്ല, ആണുങ്ങട്ടും പാടില്ല പെണ്ണങ്ങട്ടും പാടില്ല. 3ാമത് ശൈത്താണ്ടാകും. എത്ര വലിയ മുത്തഖിയാണെങ്കിൽ അവിടെ തഖ്വയൊക്കെ ചോർന്നാണ് പോകും. അള്ളാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരണം അത്തരം സാഹചര്യങ്ങൾ വന്നാൽ ഏതൊരു മനുഷ്യനും ചിലപ്പോൾ പിടിച്ചിക്കാൻ കഴിയില്ല. അത് ഒരു മനുഷ്യൻ്റെ ദുനിയാവും ആഖിറവും തകർക്കണ വലിയ തിന്മയാണ് ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിലേക്കുള്ള എല്ലാ വാതിലും ഇസ്ലാം അടച്ചിട്ടുണ്ട്.
ഒറ്റയ്ക്ക് പോകാൻ, പിന്നെ യാത്ര ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല, കണ്ടു താഴ്ത്തണം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംഗതികളും അള്ളാഹു സുബ്ഹാനഹു വ തആല അടച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ചവിട്ടി ഇങ്ങനെ തുറക്കണം. ബൈക്കുമ്പോൾ യാത്ര പോകുന്നതിന് കുഴപ്പമില്ല, ഷൈക്കൻ്റെ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പിന്നെ എന്താ പറയുക, വാലൻറ്റൈൻസ് ഡേയ്സൊക്കെ ഇപ്പം നമ്മൾ ടീച്ചർമാർ നമ്മുടെ കൗമിൽപ്പെട്ട പെണ്ണുങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാം. എനിക്ക് ഒരു അന്യ പെൺകുട്ടിക്ക് പൂ കൊടുക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് നല്ല മഫ്തയും തട്ടയും ഇട്ട പെണ്ണുങ്ങൾ നമ്മുടെ ടീച്ചർമാർ ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് എന്ന് പറഞ്ഞിട്ട് തോന്നിയാസത്തിൻ്റെ ദിവസം ആഘോഷിക്കും. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് നമ്മളെ പിന്നെ ചൂട്ടുകൂട്ടി കൊടുക്കുകയാണ്, വിചാരത്തിലേക്ക് പിന്നെ മുട്ടിക്കൊടുക്കുകയാണ്. ഇതൊക്കെ ഒക്കെ ഹറാമാണ് സഹോദരന്മാരെ. അതുപോലെ തന്നെ പിന്നെ പലിശ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്നതാണ്. അതേപോലെ തന്നെയാണ് പിന്നെ മൂത്രമൊഴിക്കുന്നതിലെ അശ്രദ്ധ, അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചാൽ പണ്ട് നമ്മൾ ഈ പഴയ പള്ളികളിലൊക്കെ മൂത്രപ്പുരങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പള്ളിയൊക്കെ നല്ല ഗംഭീരിക്കാരം, പക്ഷേ മൂത്രപ്പുര എത്ര ഉണ്ടാവുള്ളൂ ഉയരം. എനിക്കതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് ഇതുവരെ ചിന്തിച്ച് മനസ്സിലായിട്ടില്ല. പള്ളി എല്ലാം ഉഷാറായിക്കാരം, മദ്രസ അതിലും വലിയ ഉഷാറായിക്കാരം, പക്ഷെ മൂത്രം ഒഴിക്കാൻ അവൻ്റെ ഔറത്ത് കാണുന്ന സ്ഥലം ഇത്ര ഉയരം ഉണ്ടാവുള്ളൂ. എന്തൊരു ലോകത്ത് ഈ കേരളത്തിൽ മാത്രമേ ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഉത്തരേന്ത്യയിലും 4 വർഷം നിന്നിട്ടുണ്ട്, അവിടെ ഒന്നും ഇങ്ങനത്തെ ഏർപ്പാടില്ല. ഇവിടെ മാത്രം ഈ പള്ളിയിലൊക്കെയാണ് ഇത്ര ഉയരം ഉണ്ടാവും. എന്നിട്ട് ഒരു ഔറത്ത് കാണിച്ചിട്ട്, ഇപ്പം ഞാൻ നാളൊരു പിന്നെ നമ്മുടെ സഹോദരൻ മരിച്ചപ്പോൾ ഒരു പിന്നെ പള്ളിയിൽ പോയി. അവിടെ ഈ പിന്നെ ടോയ്ലറ്റ് ബാത്റൂമിൽ നമുക്ക് ഇങ്ങനത്തെ പിന്നെ മൂത്രയ്ക്കാൻ കഴിയും, പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ടോയ്ലറ്റിലേക്കുള്ള വഴി ഇങ്ങനെയാണ്, മൂത്രപ്പര ഇങ്ങനെയും ടോയ്ലറ്റിലേക്കുള്ള വഴി ഇങ്ങനെയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മൂത്രപ്പരൻ്റെ ഉയരത്ര ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തീ കൂടെ നടന്ന് കണ്ണ് താറ്റി പോയാൽ പോലും മറ്റേ മനുഷ്യൻ്റെ ഔറത്ത് കാണും. ഇതൊക്കെ അശ്രദ്ധയാണ്, ഇതൊക്കെ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന റസൂൽ പറഞ്ഞു. മൂത്രമൊഴിക്കുന്ന അശ്രദ്ധ. പ്രവാചകൻ മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറൈനി യുഅദ്ദബാനി ഫഖാല ഇന്നഹുമാ ലയുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീരിൻ ബൽ ഇന്നഹു കബീർ. രണ്ടാൾ ഖബർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ പറഞ്ഞു വലിയ കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ല, എന്നാൽ വലിയ കുറ്റമാണ്. എന്താണ്? അമ്മാ അഹദുഹുമാ, അതിലൊന്ന് ലാ യസ്തതിറു മിനൽ ബൗലി, അവൻ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിച്ചിട്ടില്ല. അത്ര പോന്നെ ഇതില്ല മൂത്രമൊഴിച്ച്, ഒന്നുകിൽ വീട്ടിൽ നിന്ന് മൂത്രമൊഴിച്ച് വരാം. നമ്മുടെ ഔറത്ത് മറ്റൊരാൾക്ക് കാണാൻ പാടില്ല മൂത്രമൊഴിക്കുമ്പം. ലാ യസ്തതിറു മിനൽ ബൗൽ, അവൻ മൂത്രമൊഴിക്കുമ്പോൾ അവൻ്റെ ഔറത്ത് മറച്ചിട്ടില്ല. അത് വയസ്സമാനും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. അപ്പം അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളികളൊക്കെ ആ രൂപത്തിൽ മാറും. പക്ഷെ പഴയ പള്ളികൾ ഇപ്പം അങ്ങനെ തന്നെയാണ്. എങ്ങനെ അവിടെയൊക്കെ മൂത്രമൊഴിക്കുക സഹോദരന്മാർ? ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന റസൂൽ പറഞ്ഞു. രണ്ടാമത് നമീമത്തായിട്ട് നടക്കുക, പരദൂഷണം, മറ്റുള്ളവർ മുട്ടിച്ചു കൊടുക്കുക, ഖബർ ശിക്ഷയ്ക്ക് കാരണം. എന്ന് റസൂൽ അവിടെ ഒരു ജരീദ്, അവിടെ ഒരു ഈന്തപ്പന മരം അവിടെ കുത്തിവെച്ചു എന്നിട്ട് പറഞ്ഞു, ഇത് പച്ചയായി നിൽക്കുന്നിടത്തോളം കാലം അത് റസൂലുള്ളാഹിന്റെ ശഫാഅത്താണ്, അവർക്കതിൽ ഇളവ് കിട്ടുന്ന. അതാ നമ്മൾ ചില ആൾക്കാർ ഖബർ കുഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 മൈലാഞ്ചി കൊമ്പ് കൊണ്ടേ കുത്തണാണ് അവിടെ. റസൂൽ ആ 2 ആളുകൾക്ക് ഖബർ ശിക്ഷ കിട്ടും എന്ന് റസൂലുള്ളാഹിക്ക് വഹി കിട്ടിയപ്പോൾ ആ ഖബർ ശിക്ഷ കുറച്ച് കൊടുക്കാൻ വേണ്ടി അള്ളാഹു റസൂൽ ശഫാഅത്തിന്റെ ഭാഗമായി ചെയ്തൊരു കാര്യമാണിത്. അതെല്ലാ ഖബർ റസൂൽ ചെയ്തിട്ടില്ല. ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചാൽ, ഈ ഒരു മുസ്ലിമായ മനുഷ്യൻ മൂത്രമൊഴിക്കുന്നത് അദബൊക്കെ ഉണ്ട്. ഇമാതിരി മൂത്രപ്പുരൊക്കെ താച്ച് പൊളിച്ച് ഒഴിവാക്കണം. നിങ്ങൾ ആലോചിച്ചു, ഇത്ര ഞാൻ പറ ഒരു 4-5 കല്ലും കൂടി വെച്ചാൽ ആ മൂത്രപ്പുര ഒരു ഔറത്ത് കാണാതെ മൂത്രമൊഴിക്കുക. പക്ഷെ അത് വെക്കൂല. എന്തോ ഒരു പിന്നെ പള്ളി മദ്രസൊക്കെ ശാരം മൂത്രപ്പുര എത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി പറയുന്നു ലാ യസ്തതിറു മിനൽ ബൗൽ, അത് നല്ലോണം ശ്രദ്ധിക്കണം. അത് ഖബർ ശിക്ഷക്കാരൻ. അതുപോലെ തന്നെ ഗീബത്ത് നമീമത്തും നടന്നാൽ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ പലിശ, റസൂലുള്ളാഹി മിഅ്റാജിൻ്റെ രാത്രിയിൽ കണ്ട ശിക്ഷ, വളരെ മാരകമായ ശിക്ഷ പലിശയുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, പലിശ ഹറാമാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഖൗമിന് ലോൺ എടുക്കാൻ വല്ല പേടിയുണ്ടോ? മതിലെന്നാക്കാൻ ലോൺ എടുക്കുക, പെയിൻ്റ് അടിക്കാൻ ലോൺ എടുക്കുക. അതുപോലെ തന്നെ ഏത് നിസ്സാരമായ കാര്യത്തിനും പലിശയുമായി കൊണ്ട് ബന്ധപ്പെടാൻ യാതൊരു മടിയില്ല. ഇപ്പം 5 കൊന്നാളെ കഥകൾ കേട്ടിട്ടുണ്ടാവില്ല. എന്താ അവസ്ഥ? കാരണം പലിശക്ക് വാങ്ങി, കടം കുടുങ്ങി. അത് റസൂല പറഞ്ഞതല്ലേ, ഒരു മനുഷ്യൻ പലിശയുമായി കൊണ്ട് ബന്ധപ്പെട്ടാൽ അവൻ്റെ ദുനിയാവും നശിക്കും, ആഖിറത്തും നശിക്കും. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വദറു മാ ബഖിയ മിൻ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസികളെ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ കിട്ടാനുള്ള എല്ലാ പലിശക്കടവും നിങ്ങൾ ഇതാ ഒഴിവാക്കിക്കൊള്ളൂ.
ഫഇല്ലം തഫ്അലൂ, അത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഫഅദനു ബിഹർബി മിനല്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അവൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നിങ്ങൾ കേട്ടുകൊള്ളൂ. അള്ളയും റസൂൽ നിങ്ങളുടെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. പലിശക്കാരോട് അള്ള യുദ്ധം പ്രഖ്യാപിച്ചു. ഓന് ഞാൻ എത്ര മുതലുണ്ടായിട്ട് കാര്യമില്ല, ഓന് ബർക്കത്തുണ്ടാവില്ല, ഖബർ ശിക്ഷ കിട്ടും. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനം. അതേപോലെ തന്നെയാണ് വസ്ത്രധാരണം. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പുരുഷന്മാർ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഖബറിൽ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. ചില ആൾക്കാർ എന്താ ഇപ്പോൾ 1 ഇഞ്ചൊക്കെ ഡ്രസ്സ് മേലെ അപ്പം അള്ള സ്വർഗം നൽകും തീരുമാനിക്കുക എന്നൊരരീതി കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബൈനമാ റജുലുൻ യതബഖറു ഫി യംസി ബുർദൈ ഖദ അജബതുഹു നഫ്സു, ഒരു മനുഷ്യൻ അവൻ്റെ മേൽവസ്ത്രം ധരിച്ചിങ്ങനെ നടക്കാൻ. അപ്പോൾ ഓൻ്റെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഓനിങ്ങനെ തോന്നി, അഹങ്കാരത്തോടെ നടത്തം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഖസഫല്ലാഹു ബിഹി അൽ അർള്, അവൻ അള്ളാഹു ഭൂമിയിലേക്ക് പിടിച്ച് താഴ്ത്തി. വഹുവ യതജൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, ആ ഭൂമിയിലേക്ക് താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് തന്നെ അവൻ ഖിയാമത്ത് നാൾ വരെ ആ അവസ്ഥയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മൾ നിസ്സാരമായി തള്ളുന്ന പലതും എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവമുള്ളതായിരിക്കും. മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ കുത്തേറ്റ് 7 കുത്തുകൾ അദ്ദേഹത്തിൻ്റെ അടിവയറ്റിൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടൽമാലകൾ പുറത്തു ചാടി മരണവുമായി കൊണ്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കുറച്ച് താഴെയുണ്ട്. അപ്പം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ? ഇർഫഅ സൗബക് ഫഇന്നഹു അൻഖാ ലിസൗബിക വഅത്ഖാ ലിറബ്ബിക, നിൻ്റെ വസ്ത്രത്തിനും അതാണ് നല്ലത്, നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിനക്കലാണ് നല്ലത്. അതൊക്കെ ശാഖാപരല്ലേ എന്ന് ചിന്തിക്കണ്ട. നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവം ഉണ്ടാകും. അതാണ് വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അളീം. സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, അതൊക്കെ ഇപ്പം എന്താ? വഹുവ ഇൻദല്ലാഹി അളീം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവമുള്ളതായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ തിന്മകൾ പോലും ഒരു പക്ഷേ ഖബർ ശിക്ഷയ്ക്ക് കാരണമായിരിക്കും. അതുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി ഇസ്തിഗ്ഫാറുകൾ ചെയ്യുകയും ചെയ്യും. അതിന് ഏറ്റവും നല്ല പറ്റിയ സമയമാണ് റമളാൻ മാസം. അത് 2 സമയം നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഒന്ന് അത്താഴത്തിൻ്റെ സമയം, 2 നോമ്പ് തുറക്കുന്ന സമയം. ഇത് രണ്ടും ആളുകൾ ഭക്ഷണത്തിൻ്റെ തിരക്കിലാണ് സമയമാണ്. പക്ഷെ ഒരിക്കലും ഒരു അത്താഴത്തിൻ്റെ സമയം റസൂൽ പറഞ്ഞില്ല, 50 ആയത്ത് ഓതുന്ന സമയമാണ് ബാങ്കിൻ്റെ സമയം എന്ന് പറഞ്ഞു. 50 ആയത്ത് ഓതുന്ന സമയം തന്നെ അറിയോ? വാട്സപ്പ് നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനുള്ള സമയമല്ല. നമ്മുടെ തിന്മകൾ പടച്ചറബിനോട് ഏറ്റുപറയാനും ഒളുവെടുത്ത് 2 കൈകളും അള്ളാഹുലേക്ക് നീട്ടി പടച്ചോനോട് ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ട സമയമാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ അത്താഴത്തിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരെ. 2ാമത്തെ സമയം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ്, നോമ്പ് തുറക്കുന്ന സമയം. സലാസ ദഅവാത്തി മുസ്തജാബ ലാ ശക്ക ഫീഹിന്ന, റസൂലുള്ളാഹി ലാ ശക്ക ഫീഹിന്ന, ഒരു സംശയം വേണ്ട, 3 ആളുകളുടെ പ്രാർത്ഥനകളുള്ള ഉത്തരം കൊടുക്കും. അതിലൊന്ന് മദ്ലൂമിൻ്റെ പ്രാർത്ഥന, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, മുസാഫിറിൻ്റെ പ്രാർത്ഥന, നോമ്പ് തുറക്കുമ്പോഴുള്ള നോമ്പുകാരൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് അപ്പം ആ സമൂസ്യം അല്ലെങ്കിൽ തരി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ 10-15 മിനിറ്റ് അവസാനിപ്പിക്കുക. ഒക്കെ കഴിഞ്ഞ് ഒതുവെടുത്ത് ഖിബിലേക്ക് തിരിഞ്ഞ് നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തിരിഞ്ഞ് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എന്തൊക്കെ തെറ്റുകളുണ്ടാവും സഹോദരന്മാരെ. തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരാണ്. കുല്ലു ബനി ആദം ഖത്താഊൻ, എല്ലാവരും തെറ്റ് ചെയ്യും. അത് റസൂൽ റമളാൻ കഴിഞ്ഞു പോയിട്ടും ഒരുവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടിയിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരനാകട്ടെ എന്ന് മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ജീവിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും എതിരാകാൻ പാടില്ല. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, സദഖകളും ദാനധർമ്മങ്ങൾക്ക് വർദ്ധിപ്പിക്കുക. നമ്മുടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു തെറ്റുമില്ലാതെ കണ്ടുമുട്ടുന്ന ഭാഗ്യം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിറഞ്ഞും അറിയാതെ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അള്ളാഹു അവർക്കെല്ലാം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ നമ്മുടെ കുടുംബത്തെ മാറാ രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അപകട മരണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കടബാധകളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇബാദത്തുകളും അള്ളാഹു പൂർണ്ണമായ പ്രതിഫലത്തോടെ സ്വീകരിച്ച് അവൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ അവൻ്റെ സ്വർഗീയ ആരാമത്തിലേക്ക് കടക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമളാൻ പൂർണ്ണമായും ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി, ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി നോമ്പ് നോൽക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്കൽ മുശ്രിക്കീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.